അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാനും വീഡിയോ ഓഫ് ചെയ്തിരിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ക്ഷമിക്കണ്ട, ഞാൻ അങ്ങനെ ഒരു കാര്യം അതിനപ്പുറം ചെയ്യുകയില്ല. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ഒരു ഭാഗം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച രാവിലെ കിടക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ചത് മറ്റൊരു മേഖലയാണ് നമ്മൾ ധ്യാനിച്ചു വന്നുകൊണ്ടിരുന്നത്. പുതിയ ഉടമ്പടിയിൽ കൂടെ നമ്മളെ കർത്താവ് മഹത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു. എങ്ങനെയോ ഒരു അബദ്ധം പറ്റി ഇന്ന് ഞാൻ ക്ലാസ് എടുത്തത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അത് എങ്ങനെ AI എന്തോ ഒരു സെറ്റിങ്സിൽ വന്നിരിക്കുന്നതാണ്. രാവിലത്തെ പ്രാർത്ഥന നിങ്ങൾക്ക് യൂട്യൂബിൽ കേൾക്കാൻ പറ്റുന്ന ഇംഗ്ലീഷിലാണ്. എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കും. എന്തോ ഒരു സെറ്റിങ്സിൽ ഒരു അറേഞ്ച്മെന്റിൽ മാറ്റം വന്നിരിക്കുന്നതാണ്. അപ്പം ഞാൻ രാവിലെ ആ ക്ലാസ് കഴിഞ്ഞ ശേഷം കിടക്കുമ്പം കിടന്ന് ഒരു 8 മണിയായി. ഞാൻ ഉറങ്ങുമ്പോൾ ഒരു 2 മണിക്കൂർ ഉറങ്ങി. ഇന്നലെ രാത്രി 2 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. അപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്. ദൈവം ഇങ്ങനെ ഒരു പാട്ടിൻ്റെ വരികൾ ഞാൻ കാണുന്നു ആ സ്വപ്നത്തിൽ. എന്നിട്ട് ഈ ഭൂമിയുടെ തലത്തിൽ നിന്ന് നമ്മെ അങ്ങോട്ട് ഉയർത്തിക്കൊണ്ടുപോകുന്നു. ഹയർ റിലത്തിലേക്ക് നമ്മെ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനത്തെ ഒരു വർഷിപ്പ് സോങ് ചിലർ പാടുന്നു. അങ്ങനെ ഈ ഭൂമിയുടെ റിലത്തിൽ നിന്ന് അങ്ങ് പൊന്തുന്നു, ഉയരുന്നു. ആ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഞാൻ പാടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. എന്നാലും സാരമില്ല. നിങ്ങൾ 2-3 മിനിറ്റ് സഹിക്കുക. എന്നിട്ട് സഹിച്ചുകൊണ്ട് കേൾക്കുക. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്താ പറയുക, പാട്ടിൻ്റെ വരികൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പാട്ടാണ് ഞാൻ കാണുന്നത്. ആത്മാവാം വഴി കാട്ടി എന്നെ സാധ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി താനിമ്പാമൊഴി കേൾപ്പി സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാൻ ഒളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാൻ ഒളിക്കും നേരത്തിൽ ശത്രുശല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ആത്മാവാം വഴി കാട്ടി എന്നെ സാധാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി സഞ്ചാരി കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സത്യസായി താൻ തന്നെ സർവദായൻ സമീപേ തുണയ്ക്കും നിരന്തരം നീക്കും ഭയം സംശയം. കാറ്റുഗ്രഹമാടിക്കിലും ഈർക്കാനത്തീടിലും സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും
ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാൻ ഒളിക്കും നേരത്തിൽ ശത്രുശാല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ശത്രുശാല്യമൊന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. ആത്മാവാ വഴി കാട്ടി എന്നെ സാധാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. ക്ഷീണരെ സന്തോഷിപ്പി തനിമാമൊഴി കേൾപ്പി. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ മഹത്വത്തിൽ. സഞ്ചാരി നീ കൂടെ വാ ചേർക്കാം നിന്നെ മഹത്വത്തിൽ. ഞാൻ ഇന്ന് രാവിലെ ഈ പാട്ട് കണ്ടാണ് ഞാൻ രാവിലെ ചർച്ചിലെ മീറ്റിങ്ങിനായിട്ട് പോകാൻ നേരത്തെ എഴുന്നേൽക്കുന്നത്. ഞാൻ കണ്ടമാനം പ്രാവശ്യം പാട്ട് പാടിയിട്ടുണ്ട്. എൻ്റെ അധ്യാപകനായ കർത്താരദാസൻ ബാബു ചെറിയാൻ പാസ്റ്റർ സാധാരണഗതിയിൽ താൻ ശുശ്രൂഷിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പാടുന്ന ഒരു നല്ല പാട്ടാണ് ഈ പാട്ട്. അപ്പം ആദ്യമൊക്കെ ഈ പാട്ട് ഞാൻ പാടിക്കൊണ്ടിരുന്നത് ഞാൻ എക്കോ ഇച്ചിരി കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു, എൻ്റെ ശബ്ദത്തിൻ്റെ പതർച്ച നിങ്ങൾ അറിയാതിരിക്കാൻ. ഓക്കെ, ആ പാട്ടിനകത്ത് ഇന്ന് കർത്താവിനെ കാണിക്കുകയാണേ. ഇങ്ങനെ സ്പിരിച്വൽ റിലത്തിനകത്ത് ആത്മാവിനാൽ ദൈവാത്മാവ് നമ്മെ അടുത്തൊരു തലത്തിലേക്ക് ഉയർത്താൻ പോവുകയാണേ. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ദൈവാത്മാവ് വിശ്വസിക്കുന്നവരിൽ അങ്ങനെ ഒരു തലം തുറക്കാൻ പോവുകയാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ നമ്മൾ പല കാര്യങ്ങൾ, പല മേഖലകൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുകയായിരുന്നു. വീണ്ടും നമ്മൾ ഒന്നുകൂടെ അല്പം കൂടെ ഇന്ന് രാത്രി ആഴത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ പകല് സഹോദരിമാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ ചർച്ചിനകത്ത് രാവിലെ നടന്നിരുന്നു. ഞാൻ ഇച്ചിരി ഇന്നർ ക്ലോസ് ആയിട്ട് സംസാരിക്കാം, ഒന്ന് എല്ലാവരോടും കൊണ്ടൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഓൺലൈൻ വിടാതിരുന്നത്. ഇന്ന് പകൽ നടന്നതുപോലെ ആയിരുന്നെങ്കിൽ ഓൺലൈൻ വിടാൻ കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു സെക്ഷനായിട്ട് ഏകദേശം ഒരു 1.25 മണിക്കൂർ സമയം കുറേ കാര്യങ്ങൾ സംസാരിക്കാനും ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ദൈവാത്മാവ് പണിയുന്ന മേഖലകൾ സംസാരിക്കുവാനും അത് അറിഞ്ഞ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ കർത്താവ് സാവകാശം നൽകി. ഒരു തലമുറ കർത്താവിൻ്റെ ആത്മാവിനാൽ പണിയപ്പെട്ടിരിക്കും, യാതൊരു സംശയമില്ല. നമ്മൾ ഇന്ന് രാത്രി വീണ്ടും ഉടമ്പടിയിലേക്ക് വരികയാണ്. ഈ കവനന്റിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഇത് കേൾക്കാത്ത അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നി എന്നും എന്താ ഈ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത്. എന്നോട് നമ്മുടെ ചർച്ചിനകത്തുള്ള ലിവ്യ തന്നെ ആ കാര്യം ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, പാസ്റ്റർക്ക് എന്ന് ഉടമ്പടി മാത്രമേ പറയാനുള്ളൂ. അതെ, ഈ ഉടമ്പടിയുടെ രഹസ്യമാണ് നിങ്ങളെ ഹയർ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഒരു പ്രാവശ്യം കൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. അധ്യായങ്ങൾ വേറെ ആര് പറഞ്ഞാലും നീനു മറക്കാൻ സാധ്യതയില്ല. നീനു ഇന്നലെ അവിടെ കിടന്ന് ഉരുണ്ട് മെഴുകിയതാണ്. 11-ാം അധ്യായത്തിൽ ദൈവം വാക്തത്വം പറഞ്ഞു. 12-ാം അധ്യായത്തിൽ ആ വാക്തത്വത്തിന്റെ വിപുലീകരണം പറഞ്ഞു. 15-ാം അധ്യായത്തിൽ ദൈവം ഉടമ്പടി ചെയ്തു. 17-ാം അധ്യായത്തിൽ ഉടമ്പടിയുടെ അടയാളം ചെയ്തു. 20-ാം അധ്യായത്തിൽ 21-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ 21-ല് ഉടമ്പടിയിലെ വാക്തത്വമായ ഇസഹാക്ക് അധ്യായം 21-ൽ ജനിക്കുന്നു. 22-ൽ ഉടമ്പടിയുടെ ടെസ്റ്റ് മോരിയ മലയുടെ മുകളിൽ നടക്കുന്നു. ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ചിത്രം കിടക്കുന്നത്. ഇനി ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഇവിടെ ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആദ്യം വന്നവര് ആദ്യമായിട്ട് ഇപ്പോൾ പലരൊക്കെ പറഞ്ഞ് ഒരാഴ്ച ഒരു ദിവസം വരുന്നവരുണ്ട്, അല്ലെങ്കിൽ 1-2 ദിവസം വരുന്നവരുണ്ട്. നിങ്ങൾ ഒരു 3-4-5 ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കേൾക്കുക. വെറുതെ ഇരുന്നോട്ടെ, ഓൺ ചെയ്ത് അവിടെ ഇരുന്നോട്ടെ, മറ്റൊന്നിലേക്ക് നോക്കരുത്. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് പേപ്പർ വായിക്കാൻ പോകരുത്. ടി വിയിലും മറ്റേ ഈ നേരത്തെ ഏതോ സീരിയൽ നടക്കുന്നില്ല, അത് കാണാൻ പോകരുത്. ഈ നേരത്തെ ഇവിടെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ, അല്ലാണ്ട് ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് മനസ്സിലാവില്ല.
5-6 പേര് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർക്കായി സ്തോത്രം. നിങ്ങളുടെ മുഖമെങ്കിലും തെളിഞ്ഞു വന്നല്ലോ, കൃപ. ഓക്കെ, ബാക്കിയുള്ളവർ അടുത്ത ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരിൻ്റെ താഴെ ജനിച്ച ദിവസവും നിങ്ങൾ മരിക്കാൻ പോകുന്ന ദിവസവും കൂടെ ആഡ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ അങ്ങ് പ്രോമിസ് അങ്ങ് 120 വയസ്സങ്ങ് കൽപ്പിച്ച് തീരുമാനിച്ച്, ഇപ്പം എൻ്റെ ബർത്ത്ഡേ 26/7/1972. അപ്പോൾ നിങ്ങൾ വചനപ്രകാരം നിങ്ങൾ എന്ത് ചെയ്തേക്കുക, മോശയുടെ ആയുഷ്കാലം, മനുഷ്യൻ്റെ ആയുഷ്കാലം 120 വർഷമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ 72 കൂടെ ഒരു 120 കൂടെ കൂട്ടുക. 1972 പ്ലസ് 120 മീൻസ് 2000 എത്രയായി? 2092. 26/7/2072 സജി, ജനനം 26/7/1972, മരണം 26/7/2072. 2072 എത്രയാ? 92. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ രസമുണ്ട്. എനിക്ക് ഈ പ്ലാറ്റ്ഫോം കാണാൻ രസമുണ്ട്. ഓക്കെ, ഞാൻ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. പുതിയ നിയമം നിങ്ങൾ ഉടമ്പടിയുടെ വെളിപ്പാടിലെ പഠിക്കാവൂ. എനിക്കത് ഓരോ ദിവസവും ഇത് ധ്യാനിക്കും തോറും എൻ്റെ അകത്ത് ഇത് ഭയങ്കരമായിട്ട് ദൈവാത്മ തുറക്കുകയാണ്. ഉടമ്പടിയുടെ വെളിപ്പാടിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിന്റെ വചനം പഠിക്കാവൂ. എങ്കിൽ മാത്രമേ നിങ്ങളിൽ ദൈവത്തിന്റെ വാക്തത്വങ്ങൾ വെളിപ്പെടുകയുള്ളൂ. പഴയ നിയമത്തിൽ ദൈവം കൃപ തന്റെ ജനത്തിനു വേണ്ടി തുറന്നുകൊണ്ടിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ കൃപയെ ദൈവാത്മാവ് ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് മറച്ചു വെച്ച ദൈവനീതിയുടെ പ്രദർശനമാക്കി മാറ്റി. ഇനി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് പറയുമ്പോൾ ഒരു ദൂതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകില്ല. എഴുതിയെടുക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പതുക്കെ പറയാം. പഴയ നിയമത്തിൽ മൊത്തം നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, പല മനുഷ്യർക്കും ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പക്ഷെ പുതിയ നിയമത്തിൽ നമുക്ക് കൃപയാൽ കിട്ടിയത് ദൈവത്തിന്റെ റൈച്ചസ്നെസ് ആണ്, ദൈവത്തിന്റെ നീതിയാണ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡാണ്. യേശു ക്രിസ്തു എങ്ങനെയോ അതുപോലെ നമ്മെ നീതിയായി പ്രഖ്യാപിച്ചു. കൃപ ദൈവം നമുക്ക് നൽകുന്ന ഔദാര്യമാണ്, നമുക്ക് നൽകുന്ന ദാനമാണ്. എന്നാൽ നീതിയുടെ പ്രത്യേകത അത് നമ്മുടെ അവകാശമാണ്. അപ്പൊ കവനന്റിന്റെ റെവലേഷൻ നിങ്ങളുടെ അകത്ത് വന്നില്ലെങ്കിൽ, ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്നില്ലെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യും? ദൈവം നല്ലവൻ, അവൻ വല്ലവൻ, അവന്റെയോ എന്നുമുള്ളത്. അപ്പൊ നിങ്ങൾ ദൈവത്തെ പ്രകീർത്തിക്കുന്ന പാട്ടുകൾ, നന്ദി പറയുന്ന പാട്ടുകൾ, സ്തോത്രം പറയുന്ന പാട്ടുകൾ, ആരാധന കൊടുക്കുന്ന പാട്ടുകൾ, ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്ന കുറെ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ച് സ്തോത്രം പറഞ്ഞ് തുറന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ നന്മകൾ അനുഭവിച്ച് നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ജീവിതം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് അവസാനിപ്പിക്കും. പക്ഷേ ഉടമ്പടിയുടെ വെളിപ്പാട് വന്നാൽ, റെവലേഷൻ വന്നാൽ, അല്ലെങ്കിൽ ഉടമ്പടിയുടെ കവനന്റിന്റെ വെളിപ്പാട് വന്നാൽ, അതിലൂടെ നിങ്ങളുടെ അകത്ത് നീതി എന്താണെന്നുള്ള ബോധ്യം വരും. ദൈവം നീതി സ്ഥാപിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ രക്തത്താലാണ്. പുതിയ ഉടമ്പടി സ്ഥാപിച്ചത് രക്തത്താലാണ്, അവന്റെ രക്തത്താലാണ്. പക്ഷെ ഒരു കുഴപ്പമുള്ളത്, നമുക്ക് യേശുവിന്റെ രക്തത്തിന്റെ വില നമുക്ക് ഗണിക്കാവതല്ല, നമുക്ക് ഊഹിക്കാവതല്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിവുള്ളതല്ല. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളുടെ അകത്ത് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, ഇതിന്റെ ഒരു അംശം നിങ്ങളിൽ തുറന്നു വരാൻ തുടങ്ങിയാൽ, അത് നിങ്ങളെ അസാധാരണ വ്യക്തിയാക്കി മാറ്റിയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റെയ്നാർഡ് ബോങ്കയുടെ ചരിത്രം? കേട്ടിട്ടുണ്ടോ? റെയ്നാർഡ് ബോങ്കെ താൻ യവന പ്രായത്തിൽ സുവിശേഷീകരണത്തിനായി സമർപ്പിതനായി താൻ വെയിൽസിൽ നടന്നുകൊണ്ടിരുന്ന ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് അവിടെ നിന്ന് പുറത്തിറങ്ങി താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് തനിക്ക് ആഫ്രിക്കയുടെ ദർശനം കാണിച്ചു കൊടുത്തു. ആഫ്രിക്കയെ കർത്താവ് തന്റെ രക്തത്താൽ കഴുകുന്ന, രക്തത്താൽ ശുദ്ധീകരിക്കുന്ന ഒരൊറ്റ വെളിപ്പാട് കാണിച്ചു കൊടുത്തു. ഞാനത് വായിച്ചു വല്ല കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞു കേട്ടതാണ്. രക്തത്തിലെ വെളിപ്പാട് പറഞ്ഞു കൊടുത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ദൈവദാസന്റെ ചരിത്രം കഴിഞ്ഞ ദിവസം ആരോ എവിടെയോ ആവർത്തിക്കുന്നു ഞാൻ കേട്ടു. എനിക്ക് ആ ശതമാനത്തിൽ എനിക്ക് സംശയമുണ്ട്. ആ ദൈവദാസൻ പറഞ്ഞപ്പോ ആഫ്രിക്കയുടെ 70% ആളുകൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് ഒരു വ്യക്തിക്ക് കൊടുത്ത ഒരു വെളിപ്പാടിലൂടെയാണ്. നരഭോജികളായ നോക്കിയേ ഒരു കൂട്ടം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഞാൻ ആഫ്രിക്ക പോയപ്പോൾ, സൗത്ത് ആഫ്രിക്ക പോയപ്പോൾ ഇച്ചിരി ഉള്ളതിൽ അല്പം എന്താ പറയുക ഒരു സംസ്കാരമുള്ള തെക്കേ സൗത്ത് ആഫ്രിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഈ വീടിന്റെ ഒക്കെ ഓരോ വീടിന്റെ ഹൈറ്റിലാണ് മതില്.
അതിന്റെ മുകളിൽ കമ്പിവേലി കെട്ടിയേക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അവരോട്, ഇത് എന്തിനാ? ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ എന്താ പറയാ ചുറ്റും നമ്മൾ കമ്പിവേലി കെട്ടി കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഇത് വീടിനോളം ഹൈറ്റുള്ള മതില്, വീടിനോളം ഹൈറ്റുള്ള മതില്, വീടിനോളം ഹൈറ്റുള്ള എന്താ പറയുക ഗേറ്റുകൾ, എന്നിട്ട് അതിന്റെ മുകളിലുണ്ട് കമ്പിവേലി വെച്ച് കെട്ടിയേക്കുന്നു. അപ്പൊ ചോദിച്ചു ഇത് എന്തിനാ അതിന്റെ മുകളിൽ കമ്പിവേലി? അവര് പറഞ്ഞു അത് ഇലക്ട്രിക് കമ്പിവേലിയാണ്. ഇതിന്റെ മുകളിൽ കൂടെ ആരെങ്കിലും പടച്ചു കയറും, അവൻ അപ്പുറത്തേക്ക് ചാടാൻ നോക്കിയാൽ അവൻ ഷോക്ക് അടിച്ച് നിലത്ത് വിടും. അങ്ങനെ അക്രമങ്ങളും അരാജകത്വവും നിലനിൽക്കുന്ന ദേശമാണ് ആഫ്രിക്കയുടെ മണ്ണ്. ഇപ്പോൾ ഭയങ്കര മാറ്റം വരാൻ തുടങ്ങി. ആ മണ്ണിലേക്കാണ് ദൈവം അഭിഷക്തനായ റെയ്നാഡ് ബോങ്കിയെ ഒരു ദർശനം കാണിച്ചയക്കുന്നത്. കർത്താവിന്റെ രക്തത്താൽ കർത്താവ് ആ രാജ്യത്തെ കഴുകുമെന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരു വെളിപ്പാട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. ആമേൻ പറയണം കേട്ടോ. അതിനൊക്കെ ഒരു വെളിപ്പാട് നിങ്ങളിലൂടെ ഒരു രാജ്യത്തിന്റെ ചരിത്രം മാറ്റും. ഒരു വെളിപ്പാട് നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളുടെ, നിങ്ങളുടെ തലമുറകളുടെ, നിങ്ങളുടെ രാജ്യത്തിന്റെ, നിങ്ങളുടെ ഭൂഖണ്ഡത്തിന്റെ ഗതിയെ മാറ്റുവാൻ കരുത്തുണ്ട് ഒരു ദർശനത്തിന്. ഒന്നൊരാമ്യം പറഞ്ഞു, ഒരു മിനിറ്റ് ആമ്യം പറഞ്ഞു വേണ്ട, ഒരു 30 സെക്കൻഡ് ആമ്യം പറഞ്ഞ കർത്താവേ, അങ്ങനെ ചരിത്രത്തെ മാറ്റുന്ന വെളിപ്പാടുകൾ തുറക്കണമേ, ചരിത്രത്തെ മാറ്റുന്ന വെളിപ്പാടുകൾ തുറക്കണമേ. ഷബന ഹത്തുൽ കടകദന. ഒരു മിനിറ്റ് ആ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കാമോ? വേണ്ട, 30 സെക്കൻഡ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനത്തെ വെളിപ്പാടുകൾ തുറക്കാൻ, അങ്ങനത്തെ വെളിപ്പാടുകൾ തുറക്കാൻ. വെളിവുകേടുകളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവം തുറക്കുന്ന വെളിപ്പാടുകൾ ഈ തലമുറയ്ക്ക് ആവശ്യമുണ്ട്. രാജ്യങ്ങളെ സ്വാധീനിക്കുന്ന, പട്ടണങ്ങളെ തിരിക്കുന്ന, കുടുംബങ്ങളെ പണിയുന്ന, അടുത്ത തലമുറയെ ഇറക്കി നിർത്തുന്ന വെളിപ്പാടുകൾ ദൈവം തുറക്കാനായി. കാവൽപുരമുറ്റത്ത് കാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹബക്കൂക്കിനോട് ദൈവം പറഞ്ഞു, മോനെ കാണുന്ന ദർശനം നീ വരച്ചു വെക്കണ. ഞാൻ ദർശനങ്ങൾ തുറക്കുന്ന ദൈവമാണ്, ഞാൻ ദർശനങ്ങൾ തുറക്കുന്ന ദൈവമാണ്. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അതവന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. ശഖരബന ഹന്തൽ കടകദന വൈഷപ്രൗഢബന കടകദുനാരകശസ്. ഓക്കെ, ഞാൻ വേഗത്തിലേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സമയം എടുക്കാം. ഈ വെളിപ്പാട്, നീതിയുടെ വെളിപ്പാട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും, ഒരു അത്ഭുതമായി മാറും. ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ അതിനു മുമ്പ് സാധാരണഗതിയിൽ ഞാൻ അങ്ങനത്തെ വാക്തത്വ വാക്യങ്ങളല്ല, ഒരു ഈ വാക്തത്വ വചനങ്ങൾ അധികം വായിച്ചിട്ടല്ല ഈ കവനന്റെ ക്ലാസ് എടുക്കാറ്. പക്ഷെ എന്തോ ഇന്ന് രാവിലെ ഇപ്പോൾ കുറച്ചു നേരത്തെ അല്പസമയമാണ് എനിക്കിത് ധ്യാനിക്കാൻ പറ്റിയത്. ആ നേരത്ത് ദൈവാത്മാവ് എന്നോട് ഒരു വചനം ശക്തിയോടെ ഇടപെട്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ വാക്യം ഞാൻ പ്രിയ ജാക്സനുമായിട്ട് സംസാരിച്ച വാക്യമാണ്. നിങ്ങൾ സങ്കീർത്തന പുസ്തകം 71-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ച്, 7-ാം വാക്യം ഒന്ന് വായിച്ച്. സങ്കീർത്തനം 71-ന്റെ 7 വായിക്കാമോ? സങ്കീർത്തനം 71-ന്റെ 1 സങ്കീർത്തനം 71-ന്റെ 1 വായിച്ചിട്ട് 7-ാം വാക്യം വായിച്ചു. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. രണ്ടാം വാക്യം കൂടെ, രണ്ടാം വാക്യം കൂടെ, രണ്ടാം വാക്യത്തിന്റെ ആരംഭവാക്യം കൂടെ. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിച്ചു വിടുവിക്കണമേ. ശ്രദ്ധിക്കണേ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിന്റെ നീതി നിമിത്തം എന്നെ ഉദ്ധരിക്കണം. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയാണ്. ദൈവത്തിന്റെ റൈച്ചസ്നെസ് നിമിത്തം നീ എന്നെ ഉദ്ധരിക്കണം. എനിക്കൊരു വിടുതൽ നീ തന്നേ പറ്റൂ. നിന്റെ നീതി നിമിത്തം നീ എന്നെ ഉദ്ധരിച്ചേ പറ്റൂ. സ്തോത്രം. ദൈവത്തിന്റെ റൈച്ചസ്നെസ് നിന്നെ ഉദ്ധരിക്കുന്നതാണ്. ആ റൈച്ചസ്നെസ് നിമിത്തം നിന്നെ ഉദ്ധരിച്ചാൽ, നിന്നെ വിടുവിച്ചാൽ. 7-ാം വാക്യം കൂടെ വായിച്ചു, 6-ാം വാക്യം 7-ാം വാക്യം വായിച്ചു, 7-ാം വാക്യം വായിച്ചു. ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, ഗർഭം മുതൽ നീ എന്നെ താങ്ങിയിരിക്കുന്നു, എന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ എടുത്തവൻ നീ തന്നെ. എന്റെ സ്തുതി എപ്പോഴും നിന്നെ കുറിച്ചാകുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. മതി അവിടെ നിൽക്കട്ടെ, സൂപ്പർ ഫാസ്റ്റ് പോകരുത്. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ദൈവത്തിന്റെ നീതി നിമിത്തമുള്ള മറുപടികൾ നിന്നിൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ
നിന്നെ കാണുന്നവർക്ക് നീ ഒരു അത്ഭുതമായി മാറും. ആമേൻ. ഇതുവരെ നിന്നെ കാണുന്നവർ ആക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ, എന്തുകൊണ്ട് നിനക്ക് മാത്രം ഈ ഗതി വന്നു, നിനക്ക് മാത്രം ഈ അവസ്ഥ വന്നു, എല്ലാ മേഖലകളിലും നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും എന്തിലൊക്കെയോ നിന്നെ അടച്ചു വെച്ച്, നിന്നെ നിന്ദിച്ച് അപമാനിച്ച് ഉപേക്ഷിച്ച്, നിനക്ക് ചുറ്റും വിരോധികൾ എഴുന്നേറ്റ് ലജ്ജ കൊണ്ട് നീ മൂടിപ്പോകേണ്ടതിന്, നീ തകർന്നു പോകേണ്ടതിന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ നിന്റെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ, നിന്റെ പ്രാർത്ഥന നീതിയുടെ വെളിപ്പാടിലാണെങ്കിൽ, ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റിയാൽ, കേൾക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ദൈവം തന്നെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കർത്താവാരാണ്? നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. അവൻ അത്ഭുതമന്ത്രിയാണ്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന, നീതിയുടെ വെളിപ്പാടുള്ള നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ നീ ഒരു അത്ഭുതമായി മാറും. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. ഇത് ഈ ബൈബിൾ നിങ്ങൾ പഠിക്കുമുണ്ടല്ലോ. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, എന്നോട് ദൈവാത്മാവ് ഇടപെട്ടാൽ, ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ല ചെയ്യുക, ഞാൻ അതങ്ങ് ക്ലെയിം ചെയ്യുകയാണ് ചെയ്യുക. കർത്താവേ, നീ എന്നെ അത്ഭുതമാക്കി മാറ്റണമേ എന്നല്ല പ്രാർത്ഥിക്കുക. ഞാൻ ദൈവത്തോട് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ പറയുന്നത്, കർത്താവേ നീ എന്നെ അത്ഭുതമാക്കിയവനായ സ്തോത്രം. ഇതിനെയാണ് ക്ലെയിം ചെയ്യുക എന്ന് പറയുന്നത്, പ്രഖ്യാപിക്കുക. ഉടമ്പടിയുടെ വെളിപ്പാടിൽ അപേക്ഷകളല്ല കൂടുതൽ, ഉടമ്പടിയുടെ വെളിപ്പാട് ക്ലെയിം ചെയ്യുന്നതാണ് കൂടുതൽ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ ക്ലാസ് എടുത്തപ്പോൾ ചർച്ചിൽ കൂടിയ മീറ്റിങ്ങിനകത്ത് എനിക്കൊന്ന് ജെസ്സി സിസ്റ്ററാന്ന് ചോദിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമല്ലോ, നിലവിളിച്ച് പ്രാർത്ഥിക്കണമല്ലോ, കരഞ്ഞ് പ്രാർത്ഥിക്കണമല്ലോ. ഇച്ചിരി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇത് പഴയ നിയമത്തിലെ കുറെ വാക്കുകളുണ്ട്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം, നിലവിളിച്ച് പ്രാർത്ഥിക്കണം, ഉരുണ്ട് പ്രാർത്ഥിക്കണം, കമന്ന് കിടന്ന്, അങ്ങനെയില്ല, ഞാൻ കൂട്ടിയത് അതാണ്. ഇങ്ങനെ പല ടൈപ്പ് പ്രാർത്ഥനകളുണ്ട്, പല ടൈപ്പ് പ്രാർത്ഥനയുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ജാതി വിട്ടുപോകുകയുള്ളൂ. എൻ്റെ പൊന്നു മക്കളെ, ഇതെല്ലാം നോക്കിയേ, ന്യായപ്രമാണ യുഗത്തിനകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ പുതിയ നിയമത്തിൽ എന്താ ചെയ്യേണ്ടത്? പുതിയ നിയമത്തിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ നോക്കിയേ, നിങ്ങളൊരു വിഷയത്തിന് വേണ്ടി കിടന്ന് ഓളിയിടുന്നതിനാലോ നിങ്ങൾ അത് തന്നെ, അപ്പൊ ബൈബിളൊരു വാക്യമാണല്ലോ, വിധവ അസഹ്യപ്പെടുത്തിയതിനാൽ വിടുതൽ കിട്ടി. അങ്ങനെയുണ്ട്. അത് എപ്പോഴാ? ആ വിധവ ആരായിരുന്നു? അത് പറയുന്ന സമയത്ത് അവരാരായിരുന്നു? അവരാരും ആ സമയത്ത് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ വിശ്വാസികളല്ല, പുതിയ ഉടമ്പടി തുറന്നിട്ടില്ല. നിങ്ങൾ ആരാ? നിങ്ങൾ അവന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങപ്പെട്ടവരാണോ? ഹലോ, ഉണ്ടോ നിങ്ങൾ എന്റെ കൂടെ? നിങ്ങൾ പുത്രന്മാരാണോ? അന്ന് പറയുന്ന ആരോടോ? പുത്രന്മാരോടാണോ? ദാസന്മാരോടാണോ? പുതിയ നിയമം നമ്മുടെ ആൾക്കാരുടെ ചിന്ത മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എല്ലാം നോക്കിയ സഭയോട് പറഞ്ഞവണ്ണം അല്ല കേട്ടോ. അത് കർത്താവിന്റെ പല പ്രഭാഷണങ്ങളും തന്റെ മുമ്പിൽ നിൽക്കുന്ന യഹൂദന്മാരോടായിരുന്നു, തന്റെ മുമ്പിൽ നിൽക്കുന്ന ശിഷ്യന്മാരോടായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയല്ല, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ബലഹീനതയിൽ തുണമിൽക്കുന്ന ആത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥന സത്യത്തിൽ ന്യൂ ടെസ്റ്റ്മെന്റ് പ്രാർത്ഥന മടുപ്പില്ല. നിങ്ങളുടെ പ്രാർത്ഥന ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് കയറി വരാത്തത് കൊണ്ടാണ് മടുപ്പുണ്ടാകുന്നത്. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രാർത്ഥന അടുത്തൊരു പ്രത്യേകത ഞാൻ പറയാം. ന്യൂ ടെസ്റ്റ്മെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതല്ല പ്രാർത്ഥന. ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രത്യേകത, ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുന്നതാണ് പ്രാർത്ഥന. അയ്യോ, ഞാൻ ആ ഭാഗം പറഞ്ഞ് എൻ്റെ അകത്ത് വരുന്നത്, എൻ്റെ വിഷയം അതല്ല. ഞാൻ ആ വിഷയത്തിലേക്ക് കയറട്ടെ. എനിക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് കയറണം. ഞാൻ ഇന്ന് എന്നോട് ലിൻസി എന്നോട് ഇന്നലെ ഞാൻ പുറത്തു പോയപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് വരുമ്പം ഇച്ചിരി ചീര മേടിച്ചുകൊണ്ടിരണം, ഇച്ചിരി ഫ്രൂട്ട്സും മേടിച്ചുകൊണ്ടിരണം. എൻ്റെ ദൈവദാസി അങ്ങനെ അല്ല, എൻ്റെ എന്താ പറയുക, സഹോദരി അങ്ങനെ പറയാത്തതാണ്. പോകുമ്പോൾ പറഞ്ഞു മറക്കരുത് കേട്ടോ എന്ന്. സാധാരണ പറഞ്ഞ മറക്കാറുമുണ്ട്. ഞാൻ മറന്നുപോയി. തിരിച്ചിവിടെ വന്ന് നെല്ലിക്കുന്ന് കുറയിലേക്ക് തിരിയുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ, എനിക്കാണെങ്കിൽ ക്ലാസ്സിൽ 7 മണിക്ക് കയറണം. ഓട്ടം തന്നെ ഞാൻ തിരിച്ചു. എന്നിട്ട് ഞാൻ പോയി 2 കൂട്ടം വാങ്ങിക്കൊണ്ട് വന്നു. ഞാനിവിടെ വന്നിട്ട് ഇവര് ചോദിച്ചു, അപ്പൊ എന്തായി? അപ്പൊ 3 പേരും കൂടെ എന്നെ എതിരാക്കാൻ നിൽക്കുക. എന്ത് ചെയ്യാണ് സാർ? അപ്പൊ ഞാൻ ചിരിച്ചു.
ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ നുണ പറയാറില്ല. അപ്പൊ അവര് പറഞ്ഞു അപ്പൊ ചിരിക്കുന്നുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല, അപ്പൊ അതുകൊണ്ട് സാധനമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു സാരാംശം, എന്നോട് ഒരു വട്ടേ പറഞ്ഞുള്ളൂ, ഒരൊറ്റ വട്ടേ പറഞ്ഞുള്ളൂ. രണ്ടാമത് ഇടയ്ക്ക് 5 മിനിറ്റ് കഴിഞ്ഞപ്പം, സജ മറക്കരുത് കേട്ടോ ഫ്രൂട്ട്സ് കൊണ്ടുവരണേ, സജ മറക്കരുത് കേട്ടോ ചീര മേടിച്ചു കൊണ്ടുവരണേ. ഇത് മക്കളാണെങ്കിലും വൈഫാണെങ്കിലും എന്തിനാ എൻ്റെ അമ്മയാണെങ്കിലും എന്നോട് ഒരു വട്ടേ പറയാറുള്ളൂ. കാരണം പറഞ്ഞാൽ ഞാൻ മറന്നില്ലെങ്കിൽ ഞാനത് ചെയ്യും. നിങ്ങളിങ്ങനെ പ്രാർത്ഥനയിൽ ആവർത്തിച്ച് ഓളിയിടുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ വിശ്വാസമില്ല, സത്യത്തിൽ വിശ്വാസമില്ല. ഹലോ, ആരും എന്നെ വീഡിയോ ഓൺ ചെയ്തൊരു മുഖം ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ആരും മുഖമൊന്നും കാണാനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ല. ദൈവം ഉണ്ടെന്ന് വിശ്വാസമുണ്ട്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം ദൈവം ചെയ്യുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എത്ര വട്ടം പറയും? ഒറ്റ പ്രാവശ്യം. ആരാ പറഞ്ഞു ഒറ്റ വട്ടം ഒന്ന്? അപ്പൊ 2-ാം വട്ടം നിങ്ങൾ പറഞ്ഞാൽ അതിന് കാരണം എന്താ? പറ, സത്യം പറ. നിങ്ങൾ തുറന്നു പറഞ്ഞു, ഉടമ്പടിക്ക് ഞാൻ വരാം, ഞാൻ ഈ FS ലേക്ക് വരാൻ പോവാ. അപ്പൊ അതിനു മുമ്പ് ഈ കാര്യം അകത്തൊരു ബോധ്യമാകണ്ടേ? 2-ാം വട്ടം നിങ്ങൾ പറയാൻ കാരണം എന്താ? വിശ്വാസം ഇല്ലാത്തത്. ഒരു ചെറിയൊരു ഷെയ്ക്ക് വന്നു. ആദ്യം പറഞ്ഞപ്പോ കാര്യം നടന്നില്ല. പൗലോസ് പോലും 3-ാം വട്ടം പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ നോക്കിയേ, ഇവിടെ ഞാൻ പറഞ്ഞൊരു സാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ഒരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം ആ കാര്യം ഉറപ്പോടെ ചെയ്യുമെന്നൊരു ഗ്യാരണ്ടി നിങ്ങളുടെ അകത്ത് വരുന്നുണ്ടോ? ആ ഉറപ്പല്ലേ സത്യത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ സത്യം പറയട്ടെ. നമ്മുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ 1997 ഞാൻ ബൈബിൾ സ്കൂളിൽ പോകുന്നത്. 97 കർത്താവ് എനിക്ക് ഇങ്ങനൊരു വെളിപ്പാട് എൻ്റെ അകത്ത് തുറന്നു വരുന്നത്. ഞാനൊരു കാര്യം പറയും, പിന്നെ ഞാനൊരു ഭൗതിക ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല. ആരും ആമേനൊന്നും പറയുന്നില്ല. എന്നെ തുറച്ചു നോക്ക്, ഇങ്ങനെ എന്താ വല്ല ദുഷ്ടനാണ്. കർത്താവ് എനിക്ക് തക്ക തുണയെ തന്നേ പറ്റൂ. നോ, നമ്മൾ കറക്റ്റ് റൂട്ടിലാണെങ്കിൽ തുറക്കേണ്ടത് മൊത്തം ദൈവം തന്നിരിക്കും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ നിനക്ക് വേണ്ടത് മുഴുവൻ ദൈവം തുറന്നിരിക്കും. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോട്ടോ. കർത്താവെ തുറക്കണമേ, കർത്താവ് സഹായിക്കണമേ, കർത്താവ് വാവിൽ തുറക്കണമേ, വടക്കേന്ത്യയിലെ പ്രവർത്തനമുണ്ട് കർത്താവെ, ചർച്ചിൽ കാര്യമുണ്ട് കർത്താവെ, കുടുംബത്തിലെ കാര്യമുണ്ട്. നോ, നിങ്ങൾ ചെയ്യുന്നത് ദൈവരാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ, ദൈവാത്മ പറഞ്ഞിട്ടാണെങ്കിൽ നിങ്ങളുടെ പ്രൊവിഷൻ ദൈവമാണ്. അവനൊരു ആമേൻ പറഞ്ഞു, അവനൊരു ആമേൻ ഉറച്ചു പറഞ്ഞേ കർത്താവിന്. നിങ്ങളുടെ റൂട്ട് കണക്ട് ചെയ്താൽ തുറക്കേണ്ടത് ദൈവമാണ്. എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുന്ന നിങ്ങളുടെ അകത്ത് കയറുമെന്ന്. ഓക്കെ, ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയില്ല, പക്ഷെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയി. അപ്പൊ പ്രാർത്ഥന അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പ്രാർത്ഥന കുറെ ഇരുന്ന് നിലവിളിക്കുന്നതല്ല. അപ്പൊ നിലവിളി വരില്ല, കരച്ചിൽ വരില്ല? വരും. പുതിയ നിയമപ്രകാരം ഏറ്റവും അധികം നിങ്ങൾക്ക് കരച്ചിൽ വരുന്നത് നിങ്ങളുടെ അകത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം വരുമ്പോഴാണ്. ആത്മഭാരം നിങ്ങളുടെ അകത്ത് വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നുണ്ട്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നിങ്ങൾക്കുണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ വളരുന്നില്ല. പോട്ടെ, അവിടെ നിന്നാ പറ്റുകയില്ല. ഞാൻ തിരിച്ചു വരികയാണ്, കവനന്റിലേക്ക് വരികയാണ്. അപ്പം പ്രാർത്ഥന, കവനന്റിന്റെ പ്രാർത്ഥനകൾ, കവനന്റ് റെവലേഷനിൽ നിൽക്കുന്നവരുടെ പ്രാർത്ഥനകൾ നിലവിളിയോ ബഹളമോ ഉരുളിച്ചോ ഒന്നുമല്ല. അവരുടെ പ്രാർത്ഥന ഉടമ്പടിയുടെ വെളിപ്പാടിൽ അവർ ക്ലെയിം ചെയ്യുകയാണ്. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് അവർ ക്ലെയിം ചെയ്യുകയാണ്. ഉടമ്പടി ദൈവം സ്ഥാപിച്ചത് രക്തത്താലാണ്. ആ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അവകാശിയാണ്. ഇനി നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കുറച്ചു പേർക്ക് അത് പ്രൈവറ്റ് ഗ്രൂപ്പിനകത്ത് നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റിനകത്ത് ലഭ്യമായിട്ടുണ്ടാകും. എനിക്കറിയില്ല സത്യത്തിൽ ആരൊക്കെയാണ് ആ മറ്റേ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഉള്ളതെന്ന് പോലും എനിക്കറിയില്ല. ചിലർക്ക് കിട്ടിയിട്ടുണ്ടാകും. ഞാനൊരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മെസ്സേജുകൾ ചിലപ്പോൾ പ്രൈവറ്റായിട്ട് അയക്കാറുണ്ട്. ഒരു ഗ്രൂപ്പാണത്, ഒറ്റയ്ക്ക് അയക്കുന്നതല്ല അത്. പാസ്റ്റർ എന്നെ ഓർത്തയച്ചതാണെന്നൊന്നും ആരും പറയരുത്. ഒരു ഗ്രൂപ്പാണത്. അതൊരു മെച്ചം ഉണ്ടാക്കി. ഒരു ദിവസം ഒരാൾക്ക്
മെസ്സേജ് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ആൾക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, പാസ്റ്റർ ദൈവാത്മാവെന്നെ ഓർപ്പിച്ച് എന്നോട് ഇടപെട്ടതാന്ന് വെച്ചാൽ ആള് പോയിക്കൊണ്ടിരിക്കുന്ന കുറെ കുലുമാലുണ്ടായിരുന്നു. ആ കുലുമാല് മൊത്തം എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പാസ്റ്റർ കറക്റ്റ് ടൈമിൽ എന്നെ ഓർത്ത് എനിക്ക് മെസ്സേജ് അയച്ചോളൂ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി, എനിക്ക് വേണമെങ്കിൽ അതിന് ഒരു സൂത്രവാക്യം. ഞാൻ പറഞ്ഞു, പൊന്നു സഹോദരി അങ്ങനെയല്ല, ഞാൻ എല്ലാവർക്കും കൂടെ ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് അയച്ചതാണ്. ഇനി നിങ്ങൾ എഫേസ്യ ലേഖനത്തിലേക്ക് വന്ന് ഞാൻ ഉടമ്പടിയുടെ അകത്തേക്ക് നിങ്ങൾ ഒന്നുകൂടെ കൊണ്ടുപോകാൻ വേണ്ടി ശരണപ്പെടുകയാണ്. എഫേസ്യ ലേഖനം നമ്മൾ നേരത്തെ ഇട്ട വാക്യം തന്നെ വന്നേ. നിങ്ങൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 13, 12, 13 വാക്യങ്ങളിലേക്ക് നിങ്ങൾ വന്നേ. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12, 13 വാക്യങ്ങൾ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുവേൻ. നിൽക്കുമോളെ ഈ എഫെസോസ് പട്ടണത്തിൽ ദൈവത്തിന്റെ ആത്മാവ് കർത്താവിന്റെ സഭ സ്ഥാപിച്ച ശേഷം നിങ്ങൾക്കറിയാം, ജാതീയ ആരാധന ക്ഷേത്രം അർത്തമിസ് ദേവിയുടെ ശക്തി, ഒരു മിനിറ്റ്, വിഗ്രഹാരാധനയുടെ വലിയ ആഴമേറിയ ശക്തി പ്രദർശനം നടത്തിക്കൊണ്ടിരുന്ന വെളിപ്പെട്ടുകൊണ്ടിരുന്ന എഫെസോസിനകത്ത് എഫെസോസിനകത്ത് ദൈവത്തിന്റെ സഭ സ്ഥാപിച്ചു. അപ്പം ആ സഭ 12 പേരടങ്ങുന്ന ഒരു കൂട്ടത്തെ ആണ് ആദ്യമായിട്ട് സഭയിലേക്ക് ചേരുന്നതും വലിയ ദൈവശക്തിയുടെ പ്രദർശനം വെളിപ്പെട്ട പട്ടണമാണ് എഫെസോസ് സഭ. അപ്പൊ ആ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞ 1-2 വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഒന്നും കൂടെ വാക്യം ഒന്ന് വായിക്കണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, 13, 14 വാക്യങ്ങളൊന്ന് വായിക്കണം കേട്ടോ. 13, 14 വാക്യങ്ങൾ ഇപ്പോൾ വായിച്ച വാക്യം തന്നെ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുചുവർ ഇടിച്ചു കളഞ്ഞത്. അവിടെ നിൽക്കട്ടെ. ഇത് നമ്മുടെ ഈ സമകാലിക വിവർത്തനത്തിനകത്ത് ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ആ ട്രാൻസ്ലേഷൻ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 12-ാം വാക്യത്തിൽ മോള് വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ച് അതിന്റെ ആരംഭ ഭാഗം ഒന്ന് വായിച്ച്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും, ശ്രദ്ധിക്കണം, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക്. നോക്കി, ഇവിടെ കണ്ടോ, നിങ്ങൾ ആ വാക്യം കണ്ടോ, ഇവിടെ കണ്ടോ മോളെ, നിൽക്കുമോളെ. നിങ്ങൾ ഇത് സമകാലിക വിവർത്തനമാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ പൗരത്വത്തിന് അന്യരും വാഗ്ദാന സമേതമുള്ള ദൈവിക ഉടമ്പടികളിൽ ഓഹരിയില്ലാത്തവരും ഈ ലോകത്തിൽ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരും പ്രത്യാശരഹിതരുമായിരുന്നു. ഒരിക്കൽ നിങ്ങൾ ദൂരത്തായിരുന്നു, എന്നാൽ ഇപ്പോഴാകട്ടെ ക്രിസ്തുയേശുവിനോട് ഏകീഭവിച്ചിരിക്കുകയാൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപത്ത് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഇവിടെ വാക്ക് ശ്രദ്ധിക്കുക, ദൈവിക ഉടമ്പടികളിൽ നിങ്ങൾക്ക് ഓഹരിയില്ലായിരുന്നു. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്ക് ശ്രദ്ധിക്കുക. നിങ്ങൾ അവിശ്വാസികളായിരുന്ന കാലത്ത് നിങ്ങൾക്ക് ദൈവിക കവനന്റുകളിൽ ഓഹരിയില്ലായിരുന്നു. രാജേഷത്തിന് കേട്ടാ അന്ന് എവിടെ ഇരിക്കും, ഞാൻ എത്തിച്ചിട്ടില്ല. ലിൻസി, വള്ളിയമ്മ സിസ്റ്റർ മൈക്ക് ജോയിൻ ചെയ്തോ അവരെ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു മീറ്റിങ്ങിന്റെ ഇടയിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് വീട്ടിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിത് ഒരു പഠന വിഷയമല്ല അവതരിപ്പിക്കുന്നത്.
എനിക്കിത് ദൈവാത്മാവ് തുറന്നു തരണം. ഒരു സ്ട്രക്ചർ എൻ്റെ അകത്ത് ഞാൻ പഠനത്തിൽ കൂടെ ഉണ്ടാക്കും. നമ്മുടെ പ്രിയങ്ക സിസ്റ്റർ, ബാംഗ്ലൂരിലെ പ്രിയങ്ക സിസ്റ്റർ നമ്മുടെ ഈ നോട്ടുകൾ നമ്മൾ പുസ്തകമാക്കാൻ പോവാണ് കേട്ടോ. ന്യൂ കവനൻ്റ് നമ്മളൊരു പുസ്തകമാക്കാൻ പോവുകയാണ്. അത് ഇംഗ്ലീഷിൽ അവർ മലയാള പ്രസംഗം കേട്ട് ഇംഗ്ലീഷിലേക്ക് അത് ഇന്ന് തൊട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മലയാളമല്ല, ഇംഗ്ലീഷിലാണ്. കാരണം ഇത് എനിക്കൊരു ധൈര്യം, എനിക്കൊരു ഫെയ്ത്ത് തോന്നുന്നു. കണ്ടമാനം പേർക്ക് ഇത് പ്രയോജനപ്പെടും. ഇത് ദൈവാത്മാവ്, എൻ്റെ ഒരു സ്നേഹിതൻ ദൈവദാസന് ഇതൊരിക്കലും ഒരു വെളിപ്പാട് കൊടുത്തു. സജി പാഷ് പുസ്തകം എഴുതുന്നു. ഞാൻ ചിരിച്ചു. ഞാൻ പുസ്തകം എഴുതിയേ, എന്നൊരു മലയാളം പോലും ശരിക്കറിയാത്ത ഞാൻ എന്ത് പുസ്തകം എഴുതാനാ? അപ്പോൾ ആൾ അമേരിക്കയിലാണ്. ആളുടെ പേര് എൻ്റെ ഇതിനകത്തുണ്ട്, ഞാൻ മറന്നുപോയി. ലിൻസ്കി ഓർമ്മയുടെ പാസ്റ്റർ പേര് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ആൾ എൻ്റെ കയ്യിൽ അന്ന് $500 എടുത്തു തന്നു. പാസ്റ്റർ, ഇത് പുസ്തകം എഴുതാനുള്ള ആദ്യത്തെ ഗഡുവാണ്. പാസ്റ്റർ പുസ്തകം എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം, ഞാനത് പ്രിന്റ് ചെയ്യാൻ ഞാൻ സഹായിക്കാം. ഒരാൾ ഓഫർ ചെയ്തിട്ട് പോലും ഇന്ന് വരെ ഞാൻ അതിന് എഴുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷേ എഴുത്ത് തുടങ്ങാനായിട്ടുള്ള കുറേ കളക്ഷൻ എൻ്റെ അകത്തുണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റ് എന്താണ്, ന്യൂ കവനന്റ് എന്താണ്, ഗ്ലോറി റിലം എന്താണ്, റൈച്ചസ്നെസ് എന്താണ്, ലൈഫ് എന്താണ്, കണ്ടമാനം കളക്ഷൻ എൻ്റെ തലയിലുണ്ട്, അല്ലെങ്കിൽ വേണ്ട ഹൃദയത്തിലുണ്ട്. പക്ഷെ അത് എഴുത്തായിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു വരുമ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ തുറന്നു വരും. അപ്പം പക്ഷെ അത് നിങ്ങളുടെ ഇടയിൽ ഒരാൾ, വള്ളിയമ്മ ചേച്ചി എൻ്റെ അമ്മച്ചിയേക്കാൾ പ്രായമുള്ള ആളാണ്. ആൾ മീറ്റിങ്ങിന് കയറുന്നവനായി സ്തോത്രം. അപ്പം വള്ളിയമ്മച്ചി ഇനി ശ്രദ്ധിക്കണം കേട്ടോ. പലപ്പോഴും വള്ളിയമ്മച്ചിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനൊരു പ്രയാസം ഉണ്ടാകാറുണ്ട്. അവിടെ നിങ്ങളുടെ മൈക്ക് മ്യൂട്ടാകരുതേ. ഓക്കെ, ഇനി ഞാനിതിരുന്ന് കട്ട് ചെയ്യണം. എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആരും നിങ്ങൾ ഇങ്ങോട്ട് ഒന്നാമത് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിനകത്ത് ഞാൻ പറഞ്ഞു 4, 4, 8, 4, 12, 4, 16 പേരൊഴിച്ച് 55 പേരിൽ ബാക്കി 40 പേര് വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ വീട്ടിലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറഞ്ഞ കഥ മൊത്തം എന്തിനാ നിങ്ങൾ മീറ്റിംഗ് കയറി കേട്ടിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഈ മീറ്റിംഗ് ഇത് ഒരു പ്രഭാഷണമല്ല, ഇത് ആശയ അവതരണമല്ല. ഇത് നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് ദൈവാത്മാവിനാൽ വെളിപ്പാടുകൾ കൈമാറുന്നതാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ ഒരു മകനായിട്ടോ സഹോദരനായിട്ടോ ഒക്കെ ഞാൻ പറയുകയാണ്, എൻ്റെ ഈ 5-10 മിനിറ്റ് പോയി. ഇപ്പോൾ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വരുന്ന ഫ്ലുവൻസി പോവുകയാണ്. ഓക്കെ, കൃപ. ഇനി ഞാൻ എൻ്റെ മൈൻഡിലേക്ക് തിരിച്ചു വരാനായിട്ട് 2-3-4-5 മിനിറ്റ് എടുക്കും. എവിടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയേ? വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ നമ്മൾ അന്യരും പ്രവർത്തിക്കണം. ഓക്കെ, താങ്ക് യു. എന്റെ മോളെ കൃപ PhD, നീ ഓർത്തിരുന്നല്ലോ, അവള് PhD പഠിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഈ വചന പഠനമാണ് ഏഞ്ചലിനെ മാറ്റിയത് കേട്ടോ. ഏഞ്ചല് അവിടെ സാക്ഷ്യം നിങ്ങൾക്ക് സത്യത്തിൽ കേൾക്കേണ്ട സാക്ഷ്യമാണ്. അങ്ങനെ തകർന്ന്, അങ്ങനെ ഡിപ്രഷനിലായി, എന്ത് ചെയ്യണമെന്നറിയാതെ സത്യത്തിൽ ഒരു മരണത്തിന്റെ വക്കിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ സന്ദേശം യൂട്യൂബിൽ കൂടെ കേൾക്കുന്നത്. പിന്നെ താൻ സൂമിൽ കയറാൻ തുടങ്ങി. ദൈവം നമ്മുടെ ഉപവാസ പ്രാർത്ഥന സമാപന ദിവസത്തോടെ തന്നെ കൊണ്ടുവന്നു. സമയമെടുത്ത് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് കൃപ തന്നു. ആ കൊച്ചിനെ കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചതോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഈ വിടുതൽ അനുഭവിക്കുന്നവർ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വചനം നിങ്ങൾ നിരന്തരമായിട്ട് വായിക്കുകയോ പഠിക്കുകയോ ചെയ്തോളണം. സ്പിരിച്വൽ അനുഭവം ഉണ്ടാകുന്നവര് നിങ്ങൾ ആ വചന വെളിപ്പാടിന് മാറിപ്പോകരുത്. എനിക്കറിയാം, ഒരു മീറ്റിങ്ങിനകത്ത് ഹെവൻ എൻകൗണ്ടർ ഉണ്ടായി. ഒരു 12 മണിക്കൂർ മീറ്റിംഗ് നടക്കുകയാണ്. മീറ്റിങ്ങിന്റെ അവസാനം ഒരു സഹോദരിയുടെ റൂമിനകത്ത് മഹത്വം ഇറങ്ങി വന്നു. തന്നെ ആത്മാവിൽ ദൈവാത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് 2 മണിക്കൂറാണ് ഞാൻ ഇരുന്ന കസലിരുന്നത്. 12 മണിക്കൂർ പകൽ മീറ്റിംഗ് നടക്കുകയാണ്. ആ 12 മണിക്കൂർ പകൽ മീറ്റിംഗ് കഴിഞ്ഞ് 2 മണിക്കൂർ ഇരിക്കുകയാണ്. 14 മണിക്കൂർ ആയപ്പോഴാണ് സഹോദരി എഴുന്നേറ്റ് വരുന്നത്. അതുവരെ ഇരുന്നു. കാരണം ഒരാൾ പ്രാർത്ഥിച്ചിരുന്നപ്പം ഇപ്പൊ എന്റെ മുമ്പിൽ കാണുന്ന ഒരാള് ആരാ? ലില്ലി ആന്റിയെ ഞാൻ കാണുന്നു. അപ്പൊ ലില്ലി ആന്റിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കസേരന്ന് ആള് തെറിച്ച് പാടെ പോകുന്നു. ഞാൻ കാണുകയാണ്. പിന്നെ ആൾ എഴുന്നേറ്റ് വരുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? എനിക്ക് എഴുന്നേറ്റ് പോകാം, സൂം ഓഫ് ചെയ്യാം. ഇല്ല, ഞാൻ 2 മണിക്കൂർ അവിടെ ഇരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആള് പതുക്കെ എഴുന്നേറ്റ് വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കണ്ടേ? എനിക്ക് കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും കൊറോണ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്ററാണ് എൻ്റെ അടുത്ത് ആകെ കൂടെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, പാസ്റ്റർ കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ കൊറോണ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക? പാസ്റ്റർ ഞാനിപ്പോൾ സ്വർഗത്തിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. സിസ്റ്റർ നേരെ കൊറോണ വന്നിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയാൽ പറ്റും. താനൊരു നേഴ്സാണ്.
അവരടുത്ത് പോയാൽ പോരെ. അപ്പൊ ആ സൗകര്യ പറയാ, പാസ്റ്റർ എനിക്ക് കൊറോണ വരാൻ സാധ്യത കുറവാണ്, ഞാൻ ഇപ്പോൾ ഹെവനിൽ പോയി വന്നതാണ്, എന്റെ ശരീരം ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ഇപ്പോൾ ആയി മാറിയിട്ടുണ്ടാകും, അതുകൊണ്ട് എനിക്ക് കൊറോണ വരില്ല, പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കൊറോണ വരാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവർ പറയാം, ഞാനൊരു നേഴ്സായി വർക്ക് ചെയ്യുന്നയാളാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കൊറോണ ബാധിതരായ സഹോദരിമാർ, വ്യക്തികൾ അതിനകത്ത് കിടന്ന് മരണവെപ്രാളം, നിരാശപ്പെട്ട് നികൃഷ്ടതയോടെ അവരതിനകത്ത് കിടന്ന് നിലവിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പ്രത്യാശയില്ല. എനിക്ക് കൊറോണ വന്നാൽ എന്നെ അവരുടെ കൂടെ അടച്ചിടും, എനിക്ക് അവിടെ കർത്താവിനെ കുറിച്ച് പറയാം. കേൾക്കുന്നുണ്ടോ? ഹലോ, നമ്മളിവിടെ സന്തോഷ സമൃദ്ധിയും എല്ലാം കൂടെ കിട്ടി നമ്മളിങ്ങനെ ഇളകി മറിയുകയാണ്. നമ്മുടെ അകത്ത് ഒന്നും കയറുന്നില്ല. കൊറോണ വന്നാലും കുറച്ചുപേരെ കർത്താവിലേക്ക് നേടണമെന്ന് വെളിപ്പാട് പറഞ്ഞവനായി സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. അപ്പൊ എന്തിനാ ഞാൻ പറഞ്ഞെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. എന്തോ പറയാൻ വേണ്ടി വന്നപ്പോൾ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു 10 മിനിറ്റ് നേരം പോയിട്ട് ഇന്നത്തെ മെസ്സേജിനകത്ത് ഒരൊറ്റ വാക്കുകൾ ആ വീട്ടിൽ പറഞ്ഞു കേട്ടതാണ് ഉണ്ടായത്. ഒരു സൗണ്ട് മാത്രമല്ല, അവിടുത്തെ സംസാരം വരികയാണ്. അപ്പൊ എൻ്റെ അകത്തൊരു ചിന്ത വരികയാണ്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കാണുമ്പോ എന്തോ 55 പേരുണ്ട് മീറ്റിങ്ങിനകത്ത് കയറിയിരിക്കുന്നത്. ഓക്കെ, സാരമില്ല, പോട്ടെ. 13-ാം വാക്യം ഇവിടെ നമ്മൾ വായിച്ചിങ്ങനെയാണ്, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും ഇസ്രായേൽ പൗരത്വത്തിന് അന്യരും വാഗ്ദാന സമേതമുള്ള ദൈവിക ഉടമ്പടികളിൽ ഓഹരിയില്ലാത്തവരുമായി മാറി. ഇനി ആർക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ഇപ്പോൾ ആരായി മാറിയെന്ന് ആ വാക്യപ്രകാരം ഒന്ന് പറയാവോ? ആർക്കെങ്കിലും ഒരാൾക്ക് ഈ വാക്യപ്രകാരം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ ആ വാക്യം ഇടാം, ഞാൻ ആ വാക്യം ഇതിനകത്ത് ഒന്ന് പറഞ്ഞു നോക്കി, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഈ വാക്യപ്രകാരം നിങ്ങൾ ഇപ്പോൾ ആരാണ്? ഈ വാക്യം, ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരായിരുന്നു, ആ കാലത്ത് നിങ്ങൾ ഇസ്രായേൽ പൗരന്മാരല്ലായിരുന്നു, ആ കാലത്ത് നിങ്ങൾ ഇസ്രായേൽ പൗരത്വത്തിന് അന്യന്മാരായിരുന്നു, ആ കാലത്ത് നിങ്ങൾ വാഗ്ദാന സമേതമുള്ള ദൈവിക ഉടമ്പടികളിൽ ഓഹരിയില്ലാത്തവരായിരുന്നു, ഈ ലോകത്തിൽ ദൈവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രത്യാശരഹിതരായിരുന്നു ആ കാലത്ത്. ഇനി ഒരാളിത് ഈ കാലത്തൊന്ന് പറഞ്ഞു നോക്കി, ഇതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. ആരൊരാൾ പറയുക ഇതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു നോക്കിയേ. ആ കാലത്ത് അവർ അങ്ങനെയായിരുന്നു, അപ്പൊ ഈ കാലത്ത് പറഞ്ഞു നോക്കിയേ. ആരും പറയില്ല, എല്ലാവരും പോയി. ക്രിസ്തുവിനെ അറിയുന്നവരും. അങ്ങനെ പറ. ഈ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നവർ. 1 2 ഇസ്രായേൽ പൗരന്മാരും. ഇസ്രായേൽ പൗരന്മാരാണ് നിങ്ങൾ. ഓ മൈറ്റി ഗോഡ്, നിങ്ങൾ ഇസ്രായേലിയ പൗരന്മാരാണ്. 3 വാഗ്ദാന സമേതമുള്ള ദൈവിക ഉടമ്പടികളിൽ ഓഹരിയുള്ളവരും. അപ്പൊ നീನು പഠിച്ചു, വാഗ്ദത്തമുള്ള ദൈവിക ഉടമ്പടിയുടെ ഓഹരിക്കാരാണ്. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിൽ വന്ന നിങ്ങൾ ഓഹരിയുള്ളവരാണോ? നിങ്ങൾ അവകാശികളാണോ? നിങ്ങൾ അനുഗ്രഹത്തിന്റെ അവകാശികളാണോ? നിങ്ങൾ ഇൻഹെറിറ്റൻസുകൾ, ഡിവൈൻ ഇൻഹെറിറ്റൻസുകളുടെ അവകാശികളാണോ? അടുത്ത വാക്ക്, ഈ ലോകത്തിൽ ദൈവവുമായി ബന്ധമുള്ളവരും പ്രത്യാശയുള്ളവരുമായിരുന്നു. എന്റെ കർത്താവേ, ഒരാഴ്ച എങ്കിലും നീനു ഈ നിലത്തിൽ നിൽക്കണം കേട്ടോ. നീനു സോറി, അങ്ങനെ പറയുന്നില്ലേ, ഇത് പറയുന്ന ആളോടല്ലേ പറയാൻ പറ്റുള്ളൂ, വായിച്ചു തരുന്ന ആളോടല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താ അറിയാമോ? അപ്പൊ നിങ്ങൾ ദൈവിക ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുടെ അവകാശികളായി മാറിയോ? ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ദൈവിക ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങളിൽ അവകാശികളായി മാറിയോ? അപ്പൊ ദൈവിക ഉടമ്പടികൾ ഏതൊക്കെയാണ്? അബ്രഹാമി ഉടമ്പടിയും ദാവീദ് ഉടമ്പടിയും അല്ലേ? പൗലോസ് ഈ എഫേസ്യ ലേഖനത്തിൽ തുറക്കുന്ന ഉടമ്പടി ഏതാണ്? അബ്രഹാമ്യ ദാവീദി ഉടമ്പടി തുറക്കല്ലേ? ദാവീദി ഉടമ്പടിയിൽ നിങ്ങൾ എന്നേക്കും സിംഹാസനത്തിൽ ഇരിക്കുന്നവരായി മാറില്ലേ? അപ്പൊ 2-ാം അധ്യായത്തിൽ പൗലോസ് തുറക്കുന്ന ഉടമ്പടി ഏതാ? നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയല്ലേ? അപ്പൊ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നെന്ന് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ ദാവീദ്യ ഉടമ്പടിയുടെ വെളിപ്പാടല്ലേ? എന്റെ കർത്താവേ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നു നിങ്ങൾക്ക്? ഹലോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ദൈവിക വാക്തത്വങ്ങളിൽ നിങ്ങൾ അവകാശികളായതിന്റെ ആ വാക്തത്വം ഏതാ? അത് ദാവീദ്യ കവനന്റിന്റെ അകത്തുള്ള വാക്തത്വമല്ലേ? അത് അബ്രഹാമി കവനന്റിന്റെ അകത്തുള്ള വാക്തത്വമല്ലേ? നിങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ അനുഗ്രഹമായി മാറുമോ? നിങ്ങൾ ദൈവിക സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുമോ? അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി മാറി.
നിങ്ങൾ ക്രിസ്തുവിനുള്ളവരായി മാറിയപ്പോൾ സ്നാനത്താൽ നിങ്ങളുടെ അകത്ത് പരിച്ഛേദന നടന്നു. ആ പരിച്ഛേദന ഇന്നലെ നമ്മൾ കണ്ടതാണ്. നിങ്ങളുടെ ജഡശരീരത്തെ ഉരിഞ്ഞു കളയുന്നതാണ്. എങ്ങനെ? വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ വലിപ്പത്താൽ. ഇന്ന് രാവിലെ നമ്മൾ കണ്ടു, നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ഭരണത്തിന് വിധേയപ്പെടുത്തുന്നതിനാൽ നമ്മുടെ ആത്മാവിൽ നിന്ന് അവന്റെ ജീവൻ തുറക്കുന്നു. നമ്മുടെ ആത്മാവിൽ നിന്ന് അവന്റെ വചനം തുറന്നു വരുന്നു. നമ്മുടെ ആത്മാവിൽ നിന്ന് അവന്റെ ശക്തി തുറന്നു വരുന്നു. ശക്തി തുറന്നു വരുന്നു. ആ ശക്തി ഏത് ശക്തിയാണ്? ആ ശക്തിയാണ് യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ വ്യാപരിച്ച ശക്തി. നമ്മൾ ഇന്നലെ രാത്രി നിർത്തിയത് എവിടെയാണ്? അവനെ മരിച്ചവരെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു മാറും. നിങ്ങളുടെ തോട്ട് ലൈഫ് മാറും. നിങ്ങളുടെ പ്രവർത്തികൾ മാറും. അത് മാറുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ജഡശരീരം ഉരിഞ്ഞു മാറിയിട്ടില്ല. പ്രാർത്ഥന കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നല്ല വഴക്കുണ്ടായി. എന്ത് ചെയ്യണം? രണ്ടുപേരും കൂടെ തീരുമാനിക്കണം, ഇന്ന് തൊട്ട് ഇനി പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ കൂടുന്നില്ല. ആരും മിണ്ടുന്നില്ല. അങ്ങനെയല്ല തീരുമാനിക്കട്ടെ. എന്ത് വഴക്കുണ്ടായാലും ഞങ്ങൾ പ്രാർത്ഥന കൂടും. കാരണം ഇതിന്റെ സൈനാണ്. എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു കാര്യം പഠിച്ചു കഴിയുമ്പോഴേ, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് വന്നോ? 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ടെസ്റ്റ് വന്നോ? വന്ന ടെസ്റ്റ് 8ാം ക്ലാസിന്റെ ആണോ വന്നേ? 10ാം ക്ലാസിന്റെ ആണോ വന്നേ? നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു പോകുമെന്നുള്ള ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഏത് ടെസ്റ്റ് വരും? ജഡശരീരം ഉരിഞ്ഞു പോയിട്ടുണ്ടോ എന്നറിയാവുന്ന ടെസ്റ്റ് വരും. പഠിക്കുന്നവർ മനസ്സിലാക്കുക, എന്താണോ പഠിക്കുന്നത് അതിന്റെ ടെസ്റ്റ് ഇന്ന് രാത്രി വരും, അല്ലെങ്കിൽ ഈ ആഴ്ച ഉറപ്പായിട്ടും വരും. നിങ്ങൾ ആരും എന്റെ കൂടെ ഇല്ല. കൃപ. അപ്പൊ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റം. അപ്പം ഇതുണ്ടായ എന്ത് ചെയ്യണം? അപ്പം ഞാനീ വന്ന വരവന്റെ പോയി ആ ഒരു സംസാരത്തിൽ കൂടെ വന്ന വഴിക്ക് വിടാം പോട്ടോ. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഞങ്ങളുടെ ചർച്ചിലേ ഈ ഞങ്ങളുടെ ചർച്ച മീൻസ് നമ്മുടെ ചർച്ച, ഇനി ഞങ്ങളുടെ ചർച്ച എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ, നിങ്ങളെല്ലാം നമ്മുടെ ചർച്ചിന്റെ ഭാഗമായി മാറി. ഓക്കെ, നമ്മുടെ ചർച്ചല്ല, കർത്താവിന്റെ സഭ. ഞാൻ അന്ന് പണ്ടേ ഈ വിഷയം പഠിപ്പിക്കാറുണ്ട് ചർച്ചിനകത്ത്. അപ്പൊ ഞാനൊരു ദിവസം ഈ തൃത്വത്തിലുള്ള വളർച്ചയെക്കുറിച്ചുള്ള ഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ശത്രുക്കളെ സ്നേഹിക്കേണ്ട കാര്യം പഠിപ്പിച്ചു. അപ്പം എങ്കിലാണ് നിങ്ങൾ പുത്രന്മാരായി തീരുന്നത് എന്ന് പറയും. നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ഇത് ആരോടൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ലിൻസി? സൂമിനകത്ത് നീ വീഡിയോ ഓടി ഓടിച്ചത് പറ. ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടോ? സൂമിൽ എടുത്തിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഇല്ല. ഓക്കെ, ഒറ്റ വാക്ക് പറഞ്ഞു വിടാം. അപ്പൊ ശത്രുക്കളെ സ്നേഹിക്കണം. അപ്പൊ ഞാൻ ചർച്ചിനകത്ത് വിഷയം എടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ സഭായോഗം 12 മണിയായിട്ടുള്ളൂ, ഇപ്പൊ വിടാൻ പോവാണ്. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന നേരത്ത് ഭയങ്കര ആരാധന നടക്കുക, ഭയങ്കര തകർപ്പൻ ആരാധന നടക്കുക. വീട്ടിൽ ചെല്ലുന്ന നേരത്ത് നിങ്ങളുടെ വീടിന്റെ മുമ്പിലുള്ള വാഴക്കൊല നിങ്ങളുടെ വീടിന്റെ എതിർവശത്തുള്ള ആൾ വെട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ കാണുകയാണ്. അവർ വിചാരിച്ചു നിങ്ങൾ 1:30 മണി 2 മണിക്ക് ആരാധന കഴിഞ്ഞ് വരുള്ളൂ. സാവാന അപ്പോഴല്ലേ വരാറ്. ചെല്ലുന്ന നേരത്ത് വാഴക്കൊല വെട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടാൽ നിങ്ങളുടെ വായിൽ നിങ്ങൾ എന്താണ് അതിനോട് പ്രതികരിക്കാന്ന് ചോദിച്ചു. സെല്ല ചേച്ചി പറഞ്ഞു, പാസ്റ്ററെ വായ വരുന്നത് ഞാൻ പറയുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? വായിൽ വരുന്നത് ഞാൻ പറയുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ശരിക്കും ഒറിജിനൽ കിടക്കുന്നത് വേറെയാണ്. അത് വരും. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചു. ഈ ശത്രുക്കളെ സ്നേഹിക്കുക. നിങ്ങൾ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നേ? ആരെ പേര് പറയണ്ട. നിങ്ങൾ സ്നേഹിക്കുന്ന ആള് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള വ്യക്തിയല്ലേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നേ? ഹലോ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാ? നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ആള് അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്. ഞാനൊരു സത്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്. അതെങ്ങനെയാണെന്നറിയാമോ? ആ ആളാണ് നിങ്ങളെ യേശുവിനെ പോലെ ആക്കുന്നേ. ആ ആള് നിങ്ങളോട് ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ ആൾ നിങ്ങളോട് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ യേശുവിനെ പോലെ ആയിട്ടില്ല. നിങ്ങളുടെ അകത്ത് ചൊറിച്ചിൽ വരുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് വഴക്കുണ്ടാക്കാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് പ്രതികരിക്കാൻ തോന്നുന്നുണ്ടോ? 2 വർത്തമാനം പറയാൻ തോന്നുന്നുണ്ടോ? 2 കൊടുക്കാൻ തോന്നുന്നുണ്ടോ? ഉറപ്പായി മനസ്സിലാക്കുക, നിങ്ങൾ ആരെ പോലെ ആയിട്ടില്ല.
ഓ പറയുന്നു, നിങ്ങൾ ആരെ പോലെ ആയിട്ടില്ല, യേശുവിനെ പോലെ ആയിട്ടില്ല. യേശുവിനെ പോലെ ആയിട്ടില്ല. താങ്ക് യു തോമസ് ബാബു. നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരെ പോലെ ആകാനാണ്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആരെ പോലെ ആകാനാണ്? നിങ്ങളെ മുൻ നിയമിച്ചിട്ടുണ്ടോ? നിങ്ങളെ ദൈവം മുൻ നിയമിച്ചോ? നിങ്ങളെ ദൈവം മുന്നറിഞ്ഞോ? നിങ്ങളെ ദൈവം വിളിച്ചോ? ദൈവം നിങ്ങളെ നീതിയോ? ദൈവം നിങ്ങളെ തേജസ്കരി. ഇതെല്ലാം ആരെ പോലെ ആകാനാ? ഇതെല്ലാം യേശുവിനെ പോലെ ആകാനാണ്. ഹലോ, അപ്പൊ ഇത് ഏറ്റവും പറ്റിയ സ്ഥലം നിങ്ങളുടെ വീടാണ്. ഒരു ചേർച്ചയില്ലാത്ത രണ്ടുപേരൊരു വീട്ടിൽ കൊണ്ടാക്കിയേക്ക തമ്പുരാൻ. എന്തിനറിയോ? പോകാനും പറ്റില്ല, മുന്നേറാനും പറ്റില്ല. ഈ ടൈപ്പിലാണെങ്കിൽ നമുക്ക് നിർത്തണം, മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പം എനിക്ക് 2 ഫാൻ വേണം കിടന്നുറങ്ങണമെങ്കിൽ. 2 ഫാൻ 5-ലിട്ടാലേ ഞാൻ കിടന്നുറങ്ങുള്ളൂ, എനിക്ക് ഉറക്കം വരുള്ളൂ. ലിൻസിക്ക് 1 ഫാൻ 1-ൽ കൂടുതൽ സ്പീഡ് കൂട്ടാൻ പറ്റുകയില്ല. ഞാനാണെങ്കിൽ ഭയങ്കര സ്പീഡാ, ലിൻസി ആണെങ്കിൽ ഭയങ്കര സ്ലോവാ. എനിക്കാണെങ്കിൽ നല്ല എരിവ് വേണം കറിക്ക്, ലിൻസിക്കാണെങ്കിൽ എരിവ് വേണ്ട. എനിക്കാണെങ്കിൽ 24 മണിക്കൂർ വർത്താനം പറയണം, ലിൻസിക്കാണെങ്കിൽ വാ തുറന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റുകയില്ല. രണ്ടും 2 ടൈപ്പിനെ ദൈവാത്മാവ് തക്ക തുണാന്ന് പറഞ്ഞൊരു വീട്ടിൽ കൊണ്ടുവച്ചേക്കുക. എന്റെ കർത്താവേ, നിങ്ങളുടെ കാര്യമല്ല, ഞങ്ങളുടെ വീട്ടിലെ കാര്യം പറഞ്ഞു വാ. ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇതേ സെയിം ആണെന്ന് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ചേരാത്ത ഈ നമ്മള് ഈ കല്യാണത്തിന് കണ്ടപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഓ സജി പാസ്റ്റർക്ക് ദൈവം തക്ക തുണനെ കൊടുത്തു. കണ്ടപ്പോൾ ലിൻസിയുടെ കളറും ആ ഒരു ശരീരപ്രകൃതിയെ കണ്ടപ്പോൾ ഭയങ്കര സുന്ദരിയായിരുന്നു. ലിൻസി ഭയങ്കര സുന്ദരിയായിരുന്നു കേട്ടോ. ലീല ചേച്ചി ഓർക്കുന്നുണ്ടോ? കല്യാണം നടന്ന് ഓർക്കുന്നുണ്ടോ? അപ്പൊ കണ്ടപ്പോ പറഞ്ഞു തക്കതോ. പക്ഷെ രണ്ടുപേരും ഒരു ചർച്ചയില്ല. ദൈവത്തിന്റെ വചനത്താൽ പണിയപ്പെടാൻ തുടങ്ങിയപ്പോ ഇപ്പൊ ഞാൻ 1-ൽ കിടന്നുറങ്ങാനും പഠിച്ചു, അവള് വേണേ 5-ൽ കിടന്നുറങ്ങാനും പഠിച്ചു. രണ്ടുപേരും രണ്ടും പഠിച്ചു. കൃപ. അപ്പൊ നോക്കിയേ, ദൈവാത്മാവ്, ഞാനിത് പറയാൻ കാരണം നമ്മൾ ഒന്നാകുന്നതല്ല, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് ദൈവം നമ്മളെ പെർഫെക്റ്റ് കപ്പിളാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ ഒരു ദൈവത്തിന്റെ ലക്ഷ്യമുണ്ട്. ഇത് നിങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ഉടമ്പടിയാലാണ്. ഉടമ്പടിയുടെ നിങ്ങൾ കുടുംബമായത് എങ്ങനെയാ? നിങ്ങൾ കുടുംബമായത് ഉടമ്പടിയാലാണ്. അങ്ങനെ ഉടമ്പടിയാൽ കുടുംബമാകാത്തൊരു ഇന്ന് രാത്രി ഉടമ്പടി ചെയ്യണം കേട്ടോ. ഇന്ന് രാത്രി ഉടമ്പടി ചെയ്യണം. രണ്ടുപേരും എന്താ പറയുക, ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ രോഗത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സുഖത്തിലും എന്താ പറയുക, അല്ല, സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങൾക്ക് കീഴ്പ്പെട്ട് നിങ്ങളോട് ചേർത്തിരുന്നു കൊള്ളാമെന്ന്, ഭാര്യയും ഞാൻ നിന്നെ സ്നേഹിച്ച് നിന്നെ പോറ്റി പുലർത്തിക്കൊള്ളാമെന്ന് ഭർത്താവ് ഭാര്യയോടും പറഞ്ഞ് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കവനന്റ് പുതുക്കണം കേട്ടോ. എല്ലാ കല്യാണം വരുമ്പോൾ ഞാൻ ഒന്നും കൂടെ കവനന്റ് ഓർക്കാറുണ്ട്. ഹലോ, അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം നമ്മെ ഉടമ്പടിയിലൂടെയാണ് ഒരു വിവാഹ ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ വിഷയത്തിൽ ഞാൻ പോയി. ഇതുപോലെ ദൈവം നിങ്ങളെ ദൈവത്തോട് അടുപ്പിച്ചിരിക്കുന്നത്, ദൈവോന്മുഖമായിട്ടുള്ള വളർച്ചയ്ക്ക് ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് കവനന്റ് ആണ്. അപ്പൊ ഈ കവനന്റിന്റെ പ്രത്യേകത, ഇതിൽ 3 പ്രധാനപ്പെട്ട വാക്തത്വങ്ങൾ ന്യൂ കവനന്റിനകത്തുണ്ട്. ഈ വാക്തത്വങ്ങൾ, ഈ കവനന്റ് നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് കിട്ടിയാൽ പഴയ നിയമത്തിലെ വാക്തത്വങ്ങൾ മുഴുവൻ നിങ്ങളുടെ അവകാശമായി മാറും. അബ്രഹാമി അനുഗ്രഹം നിന്റെ കുടുംബത്തിൽ മേൽ തുറന്നു വരും. ദാവീദിയ കവനന്റിനകത്തുള്ള മുഴുവൻ ഉടമ്പടിയുടെ വാക്തത്വങ്ങൾ നിങ്ങളുടെ മേൽ തുറന്നു വരും. എന്താ നമ്മൾ വായിച്ച 13-ാം വാക്യം? ആ വാക്യം വായിച്ചിട്ടാണ് ഞാൻ അതിനകത്തേക്ക് പോയത്. നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു. നിങ്ങൾ ദൈവിക ഉടമ്പടിയുടെ വാക്തത്വങ്ങൾക്ക് അന്യരായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴോ യേശുവിന്റെ രക്തത്താൽ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമുള്ളവരാണ്. അബ്രഹാമിന്റെ മേൽ, ഇസ്രായേലിന്റെ മേൽ, ദാവീദിന്റെ മേൽ തുറന്ന അനുഗ്രഹം മുഴുവൻ എന്റെ മേലുണ്ട്. ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ ക്ലെയിം ചെയ്തോ കേട്ടോ. ഇത് നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, ഇത് എന്റെ മേൽ ഉണ്ട്. ഇത് ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുമ്പോൾ ഇത് എന്റെ മേൽ തുറന്നു വരികയാണ്. അതൊന്ന് പറഞ്ഞു നോക്കിയേ, അതൊന്ന് പ്രഖ്യാപിച്ചു നോക്കിയേ. ഞാൻ ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഇവിടെ ചോദ്യമല്ല, ഇവിടെ പ്രഖ്യാപനമാണ്. ഇത് അവനെ കുറിച്ചുള്ള പരിജ്ഞാനം നിങ്ങളുടെ അകത്തുണ്ടാകുമ്പോൾ നിങ്ങളിൽ ഇത് തുറക്കുകയാണ്. ഒരിക്കലും മാറുകയില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തികളെ ദൈവാത്മാവ് ഉടമ്പടിയുടെ കവനന്റിനകത്തുള്ള വെളിപ്പാടിനാൽ ദൈവാത്മാവ് മാറ്റുകയാണ്. ഒരു രാഷ്ട്രത്തെ മാറ്റാമെങ്കിലാണോ നിങ്ങളുടെ വീട്ടിൽ ഒരാളെ മാറ്റാൻ പറ്റാത്തത്? ഒരു രാഷ്ട്രത്തെ ദൈവത്തിന് തിരിക്കാമെങ്കിലാണോ നിങ്ങളുടെ കവനത്തിൽ നിങ്ങളെ ദൈവത്തിന് മാറ്റാൻ പറ്റാത്തത്?
അപ്പോൾ രക്തം എന്താണ് ചെയ്തത്? കവനന്റിന്റെ രക്തം എന്താണ് ചെയ്തത്? കവനന്റിന്റെ രക്തം പാപത്തിന്റെ പ്രശ്നം പരിഹരിച്ചു, നിങ്ങളെ നീതീകരിച്ചു. വിശ്വാസത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങൾ നീതീകരിക്കപ്പെട്ടു. അടുത്ത വാക്ക്, എന്തൊക്കെ പ്രശ്നമാണോ പാപം നിങ്ങളിൽ കൊണ്ടുവന്നത്, പാപം നിങ്ങളിൽ ദൈവത്തിനും നിങ്ങൾക്കുമിടയിൽ എന്തൊക്കെയാണോ മറച്ചു വെച്ചത്, അതിനെ മുഴുവൻ എടുത്തു മാറ്റി നിങ്ങളെ അങ്ങനെ പണിയുന്നതാണ് അവന്റെ രക്തം. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടതും ആദാമ്യ പാപത്താൽ ആദാമിൽ നിന്നും നഷ്ടപ്പെട്ടതും ആദാമിന് ലഭിക്കേണ്ടതുമായിരുന്ന മുഴുവൻ ഘടകങ്ങളെ ദൈവാത്മാവ് നിങ്ങളിലേക്ക് തിരിച്ചു തന്നതുമാണ് ദൈവിക കവനന്റ്. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ഒരു പ്രസ്താവനയായിട്ട് ഞാൻ പറഞ്ഞു വിടുകയാണ്. ഒരാമ്യം പറഞ്ഞേരവന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഒരു ആമ്യം പറഞ്ഞേര്. എന്റെ മേൽ കർത്താവ് നഷ്ടങ്ങൾ മുഴുവൻ തിരിച്ചു തന്നിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ മേൽ തുറക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളൊരു അത്ഭുതമായി മാറും. നിങ്ങളുടെ ഭവനം ഒരു അത്ഭുതമായി മാറും. ഒന്ന് പറഞ്ഞേരേ അത്. നീതിയാൽ ദൈവം നിങ്ങളെ ഉദ്ധരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം ഒരു അത്ഭുതമായി മാറും. അത് നിലവിളിയാൽ വരുന്ന ഉദ്ധാരണമല്ല. സങ്കീർത്തനം 71:2, നീതിയാൽ എന്നെ ഉദ്ധരിക്കണമേ, ഉടമ്പടിയാൽ എന്നെ ഉദ്ധരിക്കണമേ. ആ ഉദ്ധാരണം എന്നെ അത്ഭുതമാക്കി മാറ്റും. നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും. രാജ്യങ്ങൾക്ക് നീ ഒരു അത്ഭുതമായി മാറും. സ്പിരിച്വൽ റിലത്തിനകത്ത് നീ ഒരു അത്ഭുതമായി മാറും. ഞാനത് വീണ്ടും പറയുകയാണ് കേട്ടോ. ആമേൻ പറയുന്നവർ അത് പ്രൊക്ലൈം ചെയ്തവരെ, ആമേൻ പറയുന്നവർ അത് പ്രസ്താവിച്ചവരെ, നിന്റെ കുടുംബം ഒരു അത്ഭുതമായി മാറും. നിന്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും. നിന്റെ ഭാവി ഒരു അത്ഭുതമായി മാറും. നിന്റെ തലമുറ ഒരു അത്ഭുതമായി മാറും. നിന്റെ സഭ ഒരു അത്ഭുതമായി മാറും. നിന്റെ മിനിസ്ട്രി ഒരു അത്ഭുതമായി മാറും. അതിന് ആമേൻ പറഞ്ഞേ. അങ്ങനെ പറയാമെങ്കിൽ പറ. ഇത് പറയും തോറും അത്ഭുതത്തിന് വിരോധമായി മുഴുവൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞാൻ 5-6 വാക്യങ്ങൾ ഇത് തെളിയിക്കാൻ വേണ്ടി വായിച്ച് എഴുതി കൊണ്ടുവന്നിരുന്നു. പക്ഷെ എനിക്കിനി അങ്ങോട്ട് പോകാനായിട്ട് സമയമില്ല. എന്നെ കർത്താവ് കാണിച്ചതാണ്, എർത്തലി റിലത്തിൽ നിന്ന് നിങ്ങളെ ഹെവൻ റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇന്ന് രാവിലെ കണ്ട സ്വപ്നമാണത്. 10 മണിക്ക് കണ്ട സ്വപ്നം. 10 മണിക്ക് ഈ സ്വപ്നം കണ്ട ഞാൻ അലാറം കണ്ട് എഴുന്നേൽക്കുന്നത്. നിങ്ങൾ ഈ എർത്തലി റിലത്തിൽ കിടന്ന് നിലവിളിക്കുന്ന, എർത്തലി റിലത്തിൽ കിടന്നുകൊണ്ട് അതിനുവേണ്ടി യുദ്ധം ചെയ്യുന്ന മക്കളുടെ ഭാവി, കുടുംബത്തിന്റെ ഭാവി, ഭർത്താവിന്റെ ഭാവി, ഭാര്യയുടെ ഭാവി, ഹലോ, നിങ്ങളുടെ ജോലി, അവരുടെ പിള്ളേരുടെ, അവരുടെ അടുത്ത തലമുറകൾ, കൊച്ചുമക്കൾ, ഇതിനു വേണ്ടി കിടന്ന് നിങ്ങൾ അലമുറയിട്ട് ബഹളം വെച്ച് ജീവിക്കുന്ന ജീവിതത്തിനപ്പുറം ദൈവം നിങ്ങളെ ഹെവൻ റിലത്തിനകത്ത്, സ്പിരിച്വൽ റിലത്തിനകത്ത്, ഹയർ റിലത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. എന്നെ കാണിച്ച കാഴ്ച ഞാൻ ഈ പറയുന്നത്, ഇന്ന് കാണിച്ച കാഴ്ച ഞാൻ പറയുകയാണ്. അങ്ങനെ ചിലരുടെ മേൽ ഒരു ഷിഫ്റ്റ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പകരാൻ പോവുകയാണ്. അത് തുറക്കും കേട്ടോ. അത് തുറന്നു കഴിയുമ്പോൾ നിന്റെ അകത്ത് നിന്ന് ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ തുറന്നു വരും. ഒന്ന് വായിച്ചു 1-2 വാക്യങ്ങൾ. 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലേക്ക് വന്ന് 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം 1-2 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാം നമുക്ക്. ഷഫാന രഗഷസ്കനാദിനാദനം. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അയ്യോ, ആ വാക്യത്തിന്റെ അർത്ഥം മോളെ, ആ വാക്യം ഒന്നുകൂടെ വായിക്കണേ. ഞാൻ അപ്പോഴത്തേനും ഇതിനകത്തും കൂടെ ആ വാക്യം വിടാൻ പറ്റും നോക്കാം. ഏതാ വാക്യം ഏതാ? 2 പത്രോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. വായിച്ചു മോളെ, വായിച്ചേ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പൊ നിങ്ങളെ വിളിച്ചവൻ, നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങളെ വിളിച്ചവൻ വഴി കൂടെ പോകുന്ന ആളല്ല. നിങ്ങളെ വിളിച്ചവൻ, അവൻ വിളിച്ചത് അവന്റെ പരിജ്ഞാനത്താലാണ്. ഈ വാക്യം ഒന്ന് വായിക്കോ ഒരാളെ? ഈ വാക്യം ഒന്ന് വായിക്കാമോ? ഈ ഞാൻ ഇട്ടിരിക്കുന്നത് ഈ മഞ്ഞ കളർ കാണുന്നത് വായിക്കാൻ പറ്റുമോ? അവിടുത്തെ ദിവ്യശക്തി ഭക്തിപൂർവമായ ജീവിതത്തിന് ആവശ്യമായതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ അകത്ത് ഇന്നലെ നമ്മൾ കണ്ടു, ദൈവശക്തി തുറക്കുന്നു. വിശ്വസിക്കുന്നവരിൽ അവന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞ പുതിയ നിയമത്തിന്റെ പരിചവനം നിങ്ങളുടെ മേൽ വരുമെന്ന് ഇന്നലെ കണ്ടത് ഓർക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെ ജഡശരീരം ഉരിഞ്ഞു മാറുന്നത് അവന്റെ ശക്തിയാലാണ്. അപ്പൊ ആ അവിടുത്തെ ദിവ്യശക്തി എന്ത് തുറക്കുകയാണ്? ഭക്തിപൂർവമായ ജീവിതത്തിന് ആവശ്യമായത് എല്ലാം ആ ശക്തിയുടെ നിന്റെ അകത്ത് തുറന്നു വരും. ഓ മൈറ്റി ഗോഡ്.
വാവ് ശപനകതുരപനകടകതന. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പം, അത് പറഞ്ഞു വിടാം. അടുത്ത വാക്ക് വായിച്ചേ. അവ നമുക്ക് ലഭിച്ചത് തേജസ്സിനാലും ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെയാണ്. അപ്പൊ നമുക്ക് അവന്റെ ശക്തി തുറക്കുന്നു. അപ്പൊ ഈ ശക്തി നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? തന്റെ മഹത്വത്താലും തന്റെ ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ ഈ ശക്തി തുറക്കും. വാവ്! ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ പരിജ്ഞാനം ബൈബിള് വായിച്ചു കിട്ടുന്ന അറിവല്ല ഇവിടെ. ദൈവത്തിന്റെ മഹത്വത്താലും ദൈവത്തിന്റെ ശ്രേഷ്ഠതയാലും നമ്മെ വിളിച്ച ദൈവമാരാണ്. എന്നെ വിളിച്ച ദൈവമാരാണ്. ആ ദൈവം സർവജ്ഞാനിയാണ്, അവൻ സർവശക്തനാണ്, അവൻ സർവജ്ഞാനിയാണ്, അവൻ സ്നേഹമാണ്, അവൻ നീതിയാണ്. ആ സ്നേഹവാനായ ദൈവം, കൃപയുടെ ദൈവം, ആ കൃപയാൽ എനിക്ക് വേണ്ടി ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിയിൽ അവൻ എന്നെ ഇപ്പോൾ നീതിയായി കണ്ടിരിക്കുന്നു. ആ നീതിയുടെ വെളിപ്പാട് വരുമ്പോൾ എന്നിൽ ജീവൻ തുറക്കുകയാണ്, അവൻ അവന്റെ ശക്തി തുറക്കുകയാണ്. അപ്പൊ ഭക്തിപൂർണമായ ജീവിതത്തിന് ആവശ്യമായത് മുഴുവൻ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുമ്പോൾ എന്നിൽ തുറന്നു വരും. അപ്പൊ അതുകൊണ്ട് എന്ത് കിട്ടുന്നു? ഇവയിലൂടെ തന്നെയാണ് തന്റെ അമൂല്യവും വായിച്ച് ഇവയിലൂടെ തന്നെയാണ് തന്റെ അമൂല്യവും മഹനീയവുമായ വാഗ്ദാനങ്ങളും അവിടുന്ന് നമുക്ക് നൽകിയത്. അടുത്ത വാക്യം കൂടെ. തന്മൂലം നിങ്ങൾക്ക് ദുർമോഹത്താൽ ഉണ്ടാകുന്ന ലോകമാലിന്യങ്ങളിൽ നിന്ന് വിമുക്തരായി ദൈവിക സ്വഭാവത്തിന് പങ്കാളികളായി തീരാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ അകത്ത് ദൈവ സ്വഭാവം വരുമോ? ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? പോയോ? ഇല്ലല്ലോ, എല്ലാവരും ഉണ്ടല്ലേ? ഓക്കെ. നിങ്ങളുടെ അകത്ത് ദൈവ സ്വഭാവം നിങ്ങൾ ഉണ്ടാക്കുകയാണോ? ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം വരുമ്പോൾ അകത്തുനിന്ന് തുറക്കുന്ന ശക്തിയാൽ ഉണ്ടായി വരികയാണോ? ആരും മിണ്ടുന്നില്ല. ടീച്ചർമാര് കുറെ പേരിരിക്കുന്നുണ്ട്. സ്നേഹ ടീച്ചറെ, ഉണ്ടായി വരികയാണോ നമ്മൾ ഉണ്ടാക്കുകയാണോ? ഒന്നും ആരെങ്കിലും മിണ്ടുന്നേ? എങ്ങനെ ഉണ്ടായി വരുന്നത്? തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ച ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ അകത്തുണ്ടാകാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയും, എന്നിലുള്ള ഒന്നും ഒരു തടസ്സമല്ല. എന്നെ ഇതെല്ലാം ഉള്ളപ്പോഴാണ് ദൈവം വിളിച്ച്. ആ പാപിയിൽ പ്രധാനിയായിരിക്കുമ്പോഴാണ് ദൈവം എന്നെ വിളിച്ച്. എന്റെ സ്വഭാവം നല്ലതുപോലെ അറിയുമ്പോഴാണ് ദൈവം എന്നെ വിളിച്ചത്. ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എന്റെ സ്വഭാവം, എന്റെ പ്രകൃതി, ഞാൻ കാണിച്ച കാട്ടായങ്ങളെല്ലാം നന്നായിട്ട് അറിഞ്ഞിട്ടാണ് ദൈവം എന്നെ വിളിച്ചത്. എന്നെ വിളിച്ചിരിക്കുമ്പോൾ എന്നെ അവനെ പോലെയാക്കാൻ, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ അവകാശികളാക്കാൻ വേണ്ടത് മുഴുവൻ എന്റെ ദൈവം തുറക്കും. ഒന്ന് വിശ്വസിക്കാമോ? ഇത് നിങ്ങളുടെ നിലവിളിയാലല്ല കിട്ടുന്നത്. ഇത് കിട്ടുന്നത് നിങ്ങളെ ഉടമ്പടി ക്ലെയിം ചെയ്യുമ്പോഴാണ്. ഉടമ്പടി ക്ലെയിം ചെയ്യുമ്പോഴാണ്. അത്ര ശക്തിയുള്ളതാണ് യേശുവിന്റെ രക്തം, അത്ര മഹത്വമുള്ളതാണ് യേശുവിന്റെ രക്തം. ആ രക്തം ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യരക്തം. ആ രക്തം പറയുന്നു നീ റെസ്റ്റോർ ചെയ്യപ്പെട്ടവനാണ്. ആ രക്തം പറയുന്നു നിന്നെ വീണ്ടെടുത്തവാണ്. ആ രക്തം പറയുന്നു നീ ഉടമ്പടിയുടെ അവകാശിയാണ്. ആ അവകാശം നിങ്ങളുടെ മേൽ തുറന്നു വരും. ഞാൻ ഇനി വാക്യം വായിപ്പിക്കുന്നില്ല, എഴുതുന്നവർ എഴുതി വെച്ചോ. യെശയ്യാവിന്റെ പുസ്തകം 43:26. നിങ്ങൾ ഉടമ്പടി ദൈവത്തെ ഓർപ്പിക്കണം. നിങ്ങൾ ദൈവത്തെ ഓർപ്പിക്കണം. ദൈവമേ, പുത്രനിലൂടെ ചെയ്ത ഉടമ്പടിയാൽ എന്റെ മേൽ ഈ ബ്ലെസ്സിങ് മൊത്തം തുറക്കണം. നിങ്ങൾ ഈ ബ്ലെസ്സിങ് ക്ലെയിം ചെയ്യണം. ഉൽപ്പത്തി പുസ്തകം, ഞാൻ പറഞ്ഞ വാക്ക് യെശയ്യാവിന്റെ പുസ്തകം 43:26. ഇത് തന്നെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഞാൻ ആ വാക്യ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യമാണ്. 20-21 ഈ രണ്ട് വാക്യങ്ങൾ എഴുതി വെച്ചോ കേട്ടോ. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായി നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് റെസ്റ്റോർ ചെയ്ത ശലോമിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. നിങ്ങളെ
പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. രാമ്യം പറഞ്ഞുതരാം. ഉടമ്പടി നമുക്ക് നാളെ രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം ചൊല്ലി പ്രാർത്ഥിക്കാം. നമുക്ക് നിങ്ങളെ പൂർണ്ണമായി അവൻ റെസ്റ്റോർ ചെയ്യും. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? കവനന്റിന്റെ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഓർപ്പിക്കുക. ഈ 2 വാക്യം നിങ്ങൾ എഴുതിയിടണം കേട്ടോ. 2 വാക്യങ്ങൾ. ഒന്ന് യെശയ്യാവ് 43:26, 2 എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 20-21 വാക്യം. അപ്പൊ ഞാൻ പറഞ്ഞ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ആരാണ്? ഇപ്പോൾ നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. എന്റെ കർത്താവേ, നിങ്ങൾ ഉടമ്പടിയുടെ അവകാശികളാണ്. അപ്പൊ അബ്രഹാമിയ ദാവീദിയ കവനന്റിന്റെ മുഴുവൻ ഇൻഹെറിറ്റൻസ് നിങ്ങളുടെ മേലുണ്ടോ? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട്. ഇതെങ്ങനെ കിട്ടും? ഇത് നിങ്ങൾ ഈ വാക്യങ്ങൾ കാണുമ്പോൾ, ഈ വചനങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അകത്ത് വിളിച്ച ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടായി വരും. ആ പരിജ്ഞാനത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ അകത്ത് അവന്റെ ശക്തി തുറക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. 2-3 മിനിറ്റ് പ്രാർത്ഥിക്കാം. ബാക്കി നമുക്ക് നാളെ രാവിലെ പ്രാർത്ഥിക്കാം. രാവിലെ നമുക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ എടുക്കാം. നമുക്കൊന്ന് നിങ്ങളുടെ അകത്ത് നീ ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ ശക്തി തുറക്കുമ്പോൾ, ഇനി നിങ്ങൾക്ക് പറയാം, ഈ ശക്തി തുറക്കുമ്പോൾ ആദ്യം നിങ്ങളിൽ എന്ത് നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? ഒരാളെന്ന് പറയാമോ? ഈ ശക്തി തുറക്കുമ്പോൾ ആദ്യം നിങ്ങളിൽ എന്താണ് സംഭവിക്കണമെന്ന് ഈ വചസ്സുകൾ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ആരൊരാളെന്ന് പറഞ്ഞ് ഓടിയോണിച്ചത്? ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിശുദ്ധീകരണം. ആ രക്തത്താല വിശുദ്ധീകരണത്താൽ നിങ്ങൾ ആരാകണം? എങ്ങനെയാകണം? പരിജ്ഞാനം വരണം. അപ്പൊ ആ പരിജ്ഞാനം വരുമ്പോൾ എന്തുണ്ടാകും? എന്തിനാണ് ആ ശക്തി തുറക്കുന്നത്? ഇന്നലെയും ഇന്നും കൂടെ പറഞ്ഞ വാക്യങ്ങൾ, വചനങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞു നോക്കി. ഒറ്റ വാചകത്തിൽ പറയാവുന്നതേ ഉള്ളൂ. ജഡശരീരം അത് തന്നെ. നിങ്ങളുടെ അകത്ത് ഈ ശക്തി തുറക്കുമ്പോൾ നിങ്ങളുടെ ജഡശരീരം ഉരിഞ്ഞു മാറി നിങ്ങൾ അവനെ പോലെ ആകും. ഒന്ന് പറയാമോ? അതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ ക്ലൈമാക്സ്. ഞാൻ എടുക്കുമത്, നാളെ എടുക്കുമത്. ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാക്തത്വം, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി, ഞാൻ നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ ഈ ഒരു മരണം നിങ്ങളുടെ അകത്ത് നടന്നാൽ നിങ്ങൾ ഇതുവരെ അറിയാത്തതുപോലെ ദൈവത്തെ അറിയും. പുതിയൊരു ഡൈമെൻഷനിൽ നിങ്ങൾ ദൈവത്തെ അറിയും. ഞാൻ പറഞ്ഞ പുതിയൊരു ഡൈമെൻഷനിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ എന്താ അറിയാവുന്നത്? ദൈവം ആദിയിൽ ദൈവം ആകാശഭൂമി സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, കർത്താവ് വന്ന് സ്വർഗത്തിന്റെ താഴേക്ക് ഇറങ്ങി വന്ന് ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. ഇതല്ല, ദൈവത്തെ നിങ്ങൾക്ക് ഇന്നറിയാം. ഇന്ന് നിങ്ങൾക്ക് ദൈവത്തെ ദൈവം ഇന്ന് ആയിരിക്കുന്ന ഡൈമെൻഷനിൽ നിങ്ങൾക്ക് ദൈവത്തെ അറിയാം. ഇത് പുതിയ ഉടമ്പടിയുടെ വാക്തത്വമാണ്. എന്തിനാ നിങ്ങൾ ജഡത്തിൽ തലതല്ലി ചാകുന്നത്? എന്തിനാ നിങ്ങൾ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങളിൽ തലയിടിച്ച് ചാകുന്നത്? നിങ്ങൾ വെട്ടുക്കിളിയെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? വെട്ടുക്കിളി അണിയണിയായി പറക്കും, പക്ഷെ കുഴപ്പമുണ്ട്, തല ഉയർത്തി നോക്കില്ല. വെട്ടുകിളിയുടെ പ്രത്യേകത, തല ഉയർത്തി നോക്കില്ല. എല്ലാവരും കൂടെ നിരനിരയായിട്ട് പറക്കും. എന്നിട്ട് മുമ്പിൽ നിൽക്കുന്ന ഹിമാലയ പർവ്വതത്തിൽ പോയി എല്ലാം കൂടെ തലയിടിച്ച് ചാവും. ഒന്ന് തലപൊക്കി നോക്കിയാൽ അവന്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകായിരുന്നു. ദൈവത്തെ ഓർത്ത് പറക്കുന്നത് അണിയണിയായിട്ടാണ്. അതൊക്കെ കൊള്ളാം, നല്ല കാര്യമാണ്. പക്ഷെ തലപൊക്കി നോക്കി മുമ്പിലെ പർവ്വതങ്ങളിൽ തലവെല്ലിച്ചാകാതെ കഴുകനെ പോലെ ചിറകടിച്ച് പറന്നുയർന്ന് എന്തിന്റെ നടുവിലൂടെയും ദൈവത്തിന്റെ പർപ്പസിലേക്ക് വരാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ശക്തി തുറക്കും. ഈ ശക്തി നിങ്ങളുടെ മേൽ തുറക്കും. നിങ്ങളുടെ സ്വയത്തെയും സ്വയത്തിന്റെ അഭിപ്രായങ്ങളെയും മരിപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകും. കഴിയുന്നവരെല്ലാം ഒരു 2-3 മിനിറ്റ് നേരം, എനിക്കറിയാം ചില മിനിറ്റുകൾ ഇന്ന് കൂടിപ്പോയി, 3-4 മിനിറ്റ് സമയം കൂടിപ്പോയി. 2-3 മിനിറ്റ് കഴിയുന്നവരെല്ലാം മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് വന്ന്, പറ്റുന്നവർ ആ വീഡിയോ ഓൺ ചെയ്ത് വന്ന്. ഇപ്പോൾ നിങ്ങളുടെ മേലെ അങ്ങനത്തെ ഒരു തലം ഓപ്പൺ ആകും. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളൊന്നും കഥ പറയാൻ പഠിപ്പിക്കുന്നതല്ല, ഇതിന്റെ റിലം തുറന്നു വരും. ഒന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മേലെ ശക്തി തുറന്നു വരും. നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്ന് ആ ശക്തി തുറന്നു വന്ന് നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ നാളുകളായി മുറുക്കി നിൽക്കുന്ന ആദാമ്യ പ്രകൃതിയുടെ സകല ശക്തികളെയും, ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടാത്ത നിങ്ങളുടെ മനസ്സിനകത്തുള്ള എല്ലാ മേഖലകളെയും ആത്മാവിന് വിധേയപ്പെടുത്തുന്ന ആത്മാവിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങൾ ഇന്ന് വൈകിട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ആ മരണം സംഭവിക്കട്ടെ. നിങ്ങളുടെ മേൽ ഉടമ്പടിയുടെ അനുഗ്രഹം വെളിപ്പെടാൻ തുടങ്ങും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് അങ്ങനെ തുറന്നു വരും. നിങ്ങളുടെ
നിങ്ങളുടെ മനസ്സ് മുതൽ, നിങ്ങളുടെ ഹൃദയം മുതൽ, നിങ്ങളുടെ വൈകാരിക മേഖലകൾ, നിങ്ങളുടെ ഇമോഷണൽ സകല മേഖലകളുടെ മേലും ഇപ്പോൾ നടക്കാൻ പോകുന്നു. ഇത് നടക്കുന്നതോടുകൂടെ നിങ്ങൾ ഒരു അത്ഭുതമായി മാറും, ഒരു അത്ഭുതമായി മാറും. ദൈവത്തോട് പറ, നിങ്ങളുടെ കുറവുകൾ എവിടെയാണ്, നിങ്ങൾ വാക്കുകൾ അസ്ഥാനത്ത് ഉപയോഗിച്ചത്, നിങ്ങൾക്കത് ബോധ്യം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് ബോധ്യം വരുന്നെങ്കിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞാൽ അവനവ ക്ഷമിപ്പാൻ നീതിമാനും വിശ്വസ്തനുമായ ദൈവമാണ്. റാബ അമ്പൽ പ്രൗഢമന ഘടകമന ശസ്കനാദിനാഥനാരക ശസ്കന. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമെങ്കിൽ ഓ റാപാനബാന ഘടക, അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ അവൻ നീതിമാനായ ദൈവമാണ്. അവൻ എന്റെ വാക്കുകൾ സത്യത്തിന്റെ മുമ്പിൽ തെറ്റായി പോയി, എന്നോട് ക്ഷമിക്കണമേ. നിന്നെ നീതീകരിക്കുന്നത് അവന്റെ രക്തമാണ്. ആ ഉടമ്പടിയുടെ രക്തത്തിന്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്മേൽ, വ്യക്തികളുടെ മേൽ ഓപ്പൺ ആകട്ടെ. പാപം എനിക്കില്ലെന്ന് നിങ്ങൾ പറയരുത്. അടുത്ത വ്യക്തിയെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ്. സത്യം നിങ്ങളിൽ ഇല്ലാതാകുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ അവനത് ക്ഷമിക്കും കേട്ടോ. അവനത് ക്ഷമിക്കുമെന്ന് മാത്രമല്ല, ഹൃദയത്തിൽ അവൻ ക്ഷമിക്കും. രക്തത്താൽ നിങ്ങളെ നീതീകരിക്കും. അവൻ നിങ്ങളെ ശുദ്ധീകരിക്കും. അവൻ ശുദ്ധീകരിക്കാൻ നീതിമാനും വിശ്വസ്തനുമായവനാണ്. എന്നിട്ട് ആ തലത്തിൽ ജീവിക്കാനുള്ള ദൈവശക്തി അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വിശ്വസിച്ച് ചില മിനിറ്റുകൾ ഈ 52 ഡിവൈസുകളിൽ ഈ സന്ദേശം കേൾക്കുന്ന സകല കുടുംബങ്ങളെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. അവരിൽ ഇപ്പോൾ ആ ദൈവശക്തി തുറന്നു വരുമെന്ന് പല കുടുംബങ്ങളിലും ഇതിന്റെ സാന്നിധ്യം കളിച്ചതുപോലെ അടുത്തൊരു മറ്റ് സംസാരങ്ങൾ എല്ലാം ചേർന്ന് ചലിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ ഓൺ ചെയ്തിരിക്കുന്ന, വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്ന 52 കുടുംബങ്ങൾക്ക് വേണ്ടി, 53 വേണ്ടി ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മേലെ വലിയ പ്രദർശനം, അത് ശരീരങ്ങളെ സുഖിപ്പിക്കുന്നതല്ല, ശരീരങ്ങളെ അവനെ പോലെയാക്കുന്ന, നിന്റെ ഇമോഷനുകളെ ക്ലീൻ ചെയ്യുന്ന, നിന്റെ നിന്റെ ടെൻഷനുള്ള മൈൻഡിനെ ഹീൽ ചെയ്യുന്ന, ചിലത് കേൾക്കുമ്പോൾ, ചിലത് പറയുമ്പോൾ, ചിലത് സംഭവിക്കുമ്പോൾ അതിന്റെ പുറത്ത് നിന്നെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന, നിന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന, നിന്നെ വല്ലാതെ പിടിച്ചുലക്കുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന, നിന്റെ സ്വയത്തെ ഇന്ന് രാത്രി മരിപ്പിക്കുന്ന പവർ വ്യാപരിക്കട്ടെ. പവർ വ്യാപരിക്കട്ടെ. പവർ അകത്ത് ആത്മാവിന്റെ തുറക്കട്ടെ. ഒരു നാദി ജീവിതത്തെ സ്വാധീനിക്കുന്ന, നിന്റെ സ്വയത്തെ സ്വാധീനിക്കുന്ന, പവർ അത് വിശ്വസിച്ച് പ്രാർത്ഥിക്കും. ഇപ്പോൾ ആ ശക്തി ചില വ്യക്തികളുടെ ശരീരങ്ങളുടെ മേൽ അപരങ്ങൾ തുറന്ന് അത് തുറക്കും കേട്ടോ. അത് തുറക്കും. ഇത് മതത്തിന്റെ ദാനമല്ല, ക്രിസ്തുവിന്റെ സമ്പത്താണ്. നിങ്ങൾ വാഗ്ദത്തപ്രകാരം നിങ്ങൾ പൗരന്മാരാണ്. നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. നിങ്ങളുടെ പൗരത്വം മാറി. സ്നേഹസിസ്റ്ററെ അങ്ങനെ പ്രാർത്ഥിച്ചു കേട്ടോ. 2-3 ദിവസം മുമ്പ് പരിശുദ്ധാത്മാവിനോട് ആഴമായി ഈ ശക്തിയുടെ പ്രദർശനം നിന്റെ ശരീരത്തിന്റെ ആഴമായി തുറക്കാൻ പോകുന്നു. ഇത് തുറക്കുന്ന ഒരു മിനിസ്ട്രിയായി മാറും. അനേകരെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന, അനേകരെ ക്രിസ്തുവിൽ പണിതുയർത്തുന്ന, അനേകരെ ക്രിസ്തുവിലേക്ക് ഒരു അസാധാരണ സവിശേഷ വ്യക്തിയായി പരിശുദ്ധാത്മാവ് നിന്നെ അപ്പോയിന്റ് ചെയ്തതിന്റെ ലക്ഷണമാണ് നിന്റെ മുറിയിൽ ഇറങ്ങി വന്ന ദൈവശക്തി. പരിശുദ്ധാത്മാവ് ശക്തി തുറക്കുന്നത് കേട്ടോ. പരിശുദ്ധാത്മാവ് ശക്തി തുറക്കുന്നത് കേട്ടോ. ദൈവത്തിന് അങ്ങനെ വേർതിരിക്കണം. ഇന്ന് രാത്രി ദൈവാത്മാവ് അങ്ങനെ ചിലവര് വേർതിരിക്കുകയാണ്. വേർതിരിക്കുക.
സോണിയ പോൾ സിസ്റ്ററെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഷ നെറ്റോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഴങ്ങൾ തുറക്കട്ടെ, ആഴമേറിയ ശലനങ്ങൾ തുറക്കട്ടെ. സിസ്റ്റർ ധന്യ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലില്ലി സിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിനി അഗസ്റ്റിൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ഒരു സിസ്റ്റർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ ശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ സിസ്റ്റർ ശാബന നിലവിളിക്കുന്ന, കരയുന്ന, മറുപടിയിൽ നിന്ന് ലോകം മൊത്തം വിധിയിൽ നിന്ന് അടച്ചു വെച്ച കല്ലറയെ തുറക്കുന്ന ദൈവശക്തി അത് തുറക്കും കേട്ടോ, അത് തുറക്കും കേട്ടോ. ഇത് പോലെ വീഴും കേട്ടോ. ഇത് ശബ്ദം കേൾക്കാം. നിങ്ങളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുവാൻ ഏൽപ്പിച്ചു കൊടുക്ക് ഈ സമയത്ത്. പരിശുദ്ധാത്മാവേ എന്റെ ശരീരത്തെ, എന്റെ മനസ്സിനെ, എന്റെ ശരീരത്തെ വിധേയപ്പെടുത്തുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. ഷാബാരാധന മോളെ ഏഞ്ചൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേമി ജോഷി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സദാശിവ പ്രധാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീരു സിസ്റ്റർ, നീലം സഹോദരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഈ ജനത്തെ തൊടണമേ, ഈ ജനത്തെ പണിയണമേ, ഈ ജനത്തിന്റെ അകത്തുന്ന ശക്തി തുറക്കണമേ. ഞങ്ങൾ ഉടമ്പടിയുടെ അവകാശികളാണ്. ജയലാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അത് ആഴത്തിൽ പല വ്യത്യസ്ത തലത്തിലാണ് ഇത് തുറക്കുന്നത്. ചിലർക്ക് ഇത് ഇൻസ്പിറേഷനായി തുറക്കും, ചിലർക്ക് ഒരു ദൈവ സാന്നിധ്യമായി തുറക്കും, ചിലരകത്തത് ജീവനായി തുറക്കും, ചിലരകത്തത് ദൈവ ശക്തിയായി തുറക്കും. നാളുകളായി നിങ്ങൾ പഠിച്ച, നാളുകളായി പരിശുദ്ധാത്മാവ് നിങ്ങൾ പഠിച്ച ദൈവ സാന്നിധ്യം ഒരു ദൈവ ശക്തിയായി. പരിശുദ്ധാത്മാവ് ഇന്നലെ മിനിഞ്ഞാന്ന് മുതൽ എന്നോട് ആഴമായി പറയുന്നു, ചിലരുടെ ആത്മാവിനകത്ത് ദൈവാത്മാവ്, ചിലരുടെ മേൽ ദൈവാത്മാവ്, ചില ദൈവാത്മാവ് അവരുടെ ചെയ്യാൻ പോകുന്നു. കിരീടങ്ങൾ, തങ്ക കിരീടങ്ങൾ, രാജാവിന്റെ വെച്ചു കൊടുക്കുന്ന തങ്ക കിരീടങ്ങൾ ദൈവാത്മാവ് ചിലതിന് മേൽ വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്, തളരരുത്, തളരരുത്, വിട്ടുകൊടുക്കരുത്. വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ ഇസ്രായേൽ പൗരനാണ്, ഞാൻ ഉടമ്പടിയുടെ അവകാശിയാണ്, ഞാൻ മുഖാന്തരം രാജ്യങ്ങളും അനുഗ്രഹം അനുഭവിച്ചിരിക്കുക. എന്റെ നിന്നെ ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണ്. ദൈവം ഈ ദേശം എനിക്ക് അവകാശം. അത് തുടങ്ങും കേട്ടോ. കുട്ടികളുടെ ഇടയിൽ മിനിസ്ട്രി ആരംഭിക്കാൻ പോകുന്നു. ദൈവപ്രവർത്തിയുടെ ചലനങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. നിങ്ങൾ തൊടുന്ന രോഗികൾ സ്വപ്നങ്ങൾ, നാളെ എന്ത് സംഭവിക്കുമെന്ന്, നാളെ നീ ആരെ കാണുമെന്ന്, ഏത് കുഞ്ഞിന്റെ മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുമെന്ന്, അങ്ങനത്തെ ഡ്രീംസുകൾ ശുശ്രൂഷിച്ചത് രാവിലെ പരിശുദ്ധാത്മാവ്, രാവിലെ പിതാവ് അവനെ കാണിക്കും. ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇന്ന് എന്താണ് മടക്കാൻ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ചിലർ കാണാൻ പോകുന്നു, അങ്ങനെ നിങ്ങൾ കാണാൻ പോകുന്നു. ഈ പകൽ 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി കർത്താവ് എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത് ഇന്ന് രാത്രി കാണാൻ ചിലർ കണ്ണു തുറക്കുന്നു, കണ്ണു തുറക്കുന്നു, കണ്ണു തുറക്കുന്നു, കണ്ണു തുറക്കുന്നു, കണ്ണു തുറക്കുന്നു, കണ്ണു തുറക്കുന്നു. നിങ്ങളുടെ ശുശ്രൂഷ സ്ഥലങ്ങളിൽ, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് തുറക്കാൻ പോവുകയാണ്, ഇത് തുറക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് എന്നെ വെച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകനായിട്ടാണ്, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഒരു അധ്യാപകനായി, ഒരു ടീച്ചറായി കർത്താവ് എന്നെ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് എന്നെ പഠിപ്പിക്കാറുണ്ട്, സ്വപ്നങ്ങളിലൂടെ കർത്താവ് എന്നെ നേരിട്ട് പഠിപ്പിക്കാറുണ്ട്. ഇന്ന് രാവിലെ എന്നെ കാണിച്ച കാഴ്ച ഭൗമമണ്ഡലത്തിലെ നിലയിൽ നിന്നുകൊണ്ട് ഭൂമിയിൽ നിന്ന്
പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ഉയർത്താൻ പോകുന്നു. എന്നെ കാണിച്ച കാഴ്ചയാണ്. എന്നിട്ട് പാടിയ പാട്ടാണ് ഞാൻ നിങ്ങൾ പാടിയത്. ആത്മാവാം വഴികാട്ടി നിന്നെ സദാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ. ഒന്നിനെ കുറിച്ച് നിങ്ങൾ ക്ഷീണിക്കരുത്. ആ പാട്ടിന്റെ അടികളുണ്ട്. ഒന്നിനെ കുറിച്ച് നിങ്ങൾ തളരരുത്, ഒന്നിനെ കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടരുത്. ആ അടികൾ ഭയങ്കര രസകരമാണ്. എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ച അടികളാണ് അടികൾ. ആത്മാവാം വഴി കാട്ടി എന്നെ സാധാ നടത്തി. അവിടെ ഒരു വാക്കുണ്ട്, ക്ഷീണരെ നിങ്ങൾ സന്തോഷിക്കണം. ആ പാട്ടിന്റെ അടി എൻ്റെ ഇന്ന് വിട്ടുപോയി. ഒരു മിനിറ്റ്, ഒരൊറ്റ മിനിറ്റ്. അത് കർത്താവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്തത് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കണേ. ആത്മാവാം വഴി കാട്ടി എന്നെ സാധാ നടത്തി കൊണ്ടുപോകും വാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പീൻ. അവിടെ ഒരു വാക്കുണ്ട്, തകർന്നേറ്റവും ആശയാറ്റ നേരവും ക്രൂശിൽ രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. ശബനഗതുരബനഘടകഥനം. ആത്മാവാം വഴി കാട്ടി. നിങ്ങൾ ആ വരികളൊന്ന് കണ്ടേരെ, പാടിയില്ലേലും ഒന്ന് കണ്ടേരെ ആ വരികൾ. എനിക്കറിയാം 2-3 മിനിറ്റ് മുമ്പോട്ട് പോയെന്ന് എനിക്കറിയാം, 10 മിനിറ്റ് മുമ്പോട്ട് പോയെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ കാണിച്ച കാഴ്ചയാണ്. ക്ഷീണരെ സന്തോഷിപ്പീൻ, താനിമൊഴി കേൾപ്പീൻ. മോനെ വാടാ സഞ്ചാരി നീ കൂടെ വാ, ചേർക്കാം നിന്നെ മഹത്വത്തിൽ. വീട്ടിൽ ഞാൻ എന്നാണ് വാക്ക് എഴുതിയിരിക്കുന്നത്. ഉള്ളം താളർന്നേറ്റവും ആശയാറ്റ നേരവും രക്തം കാണിച്ച് ആശ്വാസം നൽകിയിടുന്നു. ശുദ്ധാത്മാവിൻ പ്രഭയിൽ ഞാൻ ഒളിക്കും നേരത്തിൽ ശത്രുശല്യം ഒന്നുമേ പേടിക്കേണ്ട എങ്ങുമേ. എല്ലാം കൈവിട്ട് തളർന്നിരിക്കുമ്പോഴും തളരണ്ട. ക്രൂശിലെ ഉടമ്പടിയിൽ രക്തം കാണിച്ച് നിന്നെ ക്രിസ്തുവിനെ പോലെ പണിത് നിന്നെ പുറത്തിറക്കുന്ന കർത്താവിന്റെ കരം നിന്റെ കൂടെയുണ്ട്. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്നലെ രാത്രി ഞങ്ങളെ കേൾപ്പിച്ച പുതിയ നിയമത്തിന്റെ ആഴമേറിയ സത്യങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഞങ്ങളെ ഒന്നുകൂടി അങ്ങ് പഠിപ്പിക്കുകയായിരുന്നല്ലോ. ലേഖനത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഞങ്ങളെ അങ്ങ് നിറയ്ക്കാമെന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങൾ അനേക പ്രാവശ്യം ധ്യാനിച്ചിട്ടുണ്ട്. അവന്റെ എല്ലാ നിറവുകളും ഞങ്ങളുടെ അകത്ത് തുറക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ധ്യാനിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിൽ ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്ന വാക്യം ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. ഇത് എപ്പോഴോ സംഭവിക്കുന്ന സംഭവമല്ല, ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ലഭ്യമായ അനുഗ്രഹമാണ്, അവകാശമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി സകല വേദനകളും ഭാരങ്ങളും നിരാശകളും മറന്ന് ക്രിസ്തുവിൽ കൂടെ ലഭ്യമായിരിക്കുന്ന ഉടമ്പടിയുടെ മഹിമ തിരിച്ചറിഞ്ഞ് അങ്ങനെ ജീവിപ്പാൻ ദൈവശക്തി നിങ്ങളുടെ മക്കളുടെ മേൽ കർത്താവ് ആഴത്തിൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബങ്ങളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സുബിനകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇവരെ കണ്ണുകൾ തുറക്കട്ടെ അപ്പാ, ഇവരെ കണ്ണുകൾ തുറക്കട്ടെ. ഇവർ ഓരോരുത്തരും ബ്ലസ്സഡായി മാറട്ടെ. ഇവർ അവകാശങ്ങൾ അനുഭവിക്കട്ടെ. അതിനായിട്ട് വെളിപ്പാടിൽ പ്രാർത്ഥിപ്പാൻ കൃപ കൊടുക്കണം. ബ്ലസ് ചെയ്യുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മ കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ 2-ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.